കാരിക വിധത്തി പ്രകടനത്തിൽ ആറാമത്തെ കാരികയാണ്. ആദാവ് അന്തേ ചയന്നാസ്തി വർത്തമാനേപി തത്തഥാ വിദധൈ സദൃശാ സന്തോ അവിദധാ ഇവ ലക്ഷിതാഃ. ഇതശ്ച വൈദഗ്ധ്യം ജാഗ്രദൃശ്യാനാം ഭേദാനാം ആദ്യന്തയോരഭാവാത്. യദാദൗ അന്തേ ച നാസ്തി വസ്തു മൃഗതൃഷ്ണികാദി തന്മധ്യേപി നാസ്തി ഇതി നിശ്ചിതം ലോകം തഥാ ഇമേ ജാഗ്രദൃശ്യാഃ ഭേദാഃ. ഇവിടെ ജാഗ്രത് ദൃശ്യങ്ങൾ അസത്യമാണ്, പരമാർത്ഥമല്ല. ജാഗ്രത് ദൃശ്യങ്ങൾ ആയിരിക്കുന്ന ഭേദങ്ങൾ, പദാർത്ഥങ്ങൾ, വസ്തുക്കൾ സത്യമല്ല. അതിനുള്ള യുക്തി പറയുകയാണ്. എന്താണ്? ആദാവ് അന്തേജ എന്നാസ്തി, ആദിയിലും അന്തത്തിനും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഉത്പത്തിക്ക് മുമ്പും നാശത്തിന് ശേഷവും അതനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ നമ്മളത് കാണുന്നതിന് മുമ്പും ആ കാഴ്ച അവസാനിച്ചതിന് ശേഷവും അത് അനുഭവപ്പെടുന്നില്ല. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തെ എന്തുകൊണ്ടാണ് അസത്യം എന്ന് പറയുന്നത്? സ്വപ്നം പ്രത്യക്ഷമായ അനുഭവമാണെങ്കിലും അസത്യം എന്ന് പറയുന്നു. ജാഗ്രത പ്രത്യക്ഷമായ അനുഭവം, അതിന് സത്യമെന്നും പറയുന്നു. രണ്ടും പ്രത്യക്ഷ അനുഭവമാണ്. അനുഭവിക്കുന്ന സമയത്ത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷത്തിനകത്ത് തന്നെ അവിടെ സ്മരണയുണ്ട്, പ്രത്യക്ഷ അനുഭവമുണ്ട്. പക്ഷെ സ്വപ്നം സത്യമല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം ആ സ്വപ്നം കാണുന്നതിന് മുമ്പ് അതവിടെ ഉണ്ടായിരുന്നില്ല. സ്വപ്നം കാണുന്നതിന് മുമ്പ് സുഷുപ്തിയിലാണെങ്കിലും ഇല്ല. സ്വപ്നത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജാഗ്രത, അവിടെ ഈ സ്വപ്നമില്ല. ഈ സ്വപ്നം അവസാനിച്ച്, സ്വപ്നം അവസാനിച്ചതിന് ശേഷം ഒന്നുകിൽ സുഷുപ്തിയാകാം, അല്ലെങ്കിൽ ജാഗ്രതാകാം, അവിടെയും സ്വപ്നമില്ല. ആദ്യ അന്തങ്ങളിൽ അതില്ല, മുമ്പും പിമ്പും അതില്ല. അതുകൊണ്ട് പറയുന്നു സ്വപ്നം അസത്യമാണ്. അങ്ങനെയാണെങ്കിൽ ജാഗ്രത അതുപോലെ തന്നെയാണ്. ജാഗ്രത അനുഭവപ്പെടുന്നതിന് മുമ്പ് അത് സ്വപ്നമാകാം, അല്ലെങ്കിൽ സുഷുപ്തിയാകാം, അവിടെ ജാഗ്രത ഇല്ല. ജാഗ്രത അനുഭവം അവസാനിക്കുന്നത് സ്വപ്നത്തിലാകാം, അല്ലെങ്കിൽ സുഷുപ്തിയിലാകാം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഏതൊന്നിനെയാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മറ്റൊന്നിനും നിലനിൽപ്പില്ല. ജാഗ്രത ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്വപ്നത്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു സ്വപ്നം സത്യമല്ല, ഇത് സത്യമാണ് എന്ന് നമ്മൾ പറയുന്നു. ഇതനുഭവിക്കുന്നുണ്ട്. സ്വപ്നത്തെ സംബന്ധിച്ചും അങ്ങനെ സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ അത് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു, സ്വപ്നമായിട്ടല്ല, അസത്യമായിട്ടല്ല. പക്ഷെ എന്നാലും നമ്മൾ ജാഗ്രതയിൽ വന്നതിന് ശേഷം പറയുന്നു അത് അസത്താണ്. അങ്ങനെയെങ്കിൽ അതേ യുക്തി തന്നെ ഇവിടെ യുക്തി പറയുന്നത് അതിനു വേണ്ടിയാണ്. അതേ യുക്തി തന്നെ ജാഗ്രതയിൽ പ്രയോഗിക്കുക. ജാഗ്രതയിലും അത് തന്നെ സ്ഥിതി. ആദ്യന്തയോരഭാവ, ആദ്യന്തങ്ങളില്ല. അഭാവാത് യദ ആദൗ അന്തേജ നാസ്തി വസ്തു. മറ്റൊരു ഉദാഹരണം പറയുന്നു, മൃഗതൃഷ്ണികാദി. മൃഗതൃഷ്ണിക, രജ്ജു, സർപ്പം മുതലായവ അസത്യമെന്നും സർവസമ്മതമായിരിക്കുന്ന കാര്യങ്ങൾ, അതിനും ആദ്യം അന്തവുമില്ല. കാണുന്ന സമയത്തേ ഉള്ളൂ, കാണുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നില്ല, അത് മറഞ്ഞതിന് ശേഷമില്ല. തന്മധ്യേപി നാസ്തി. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു അവിടെ പറയുന്നത് എന്താണോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിനും അതില്ല. ഇത് നിശ്ചിതം ലോക. ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അസത്യമാണെന്ന് നമുക്ക് ബോധിക്കാം ഈ യുക്തി അനുസരിച്ച്. തഥാ ഇമേ ജാഗ്രത് ദൃശ്യാഹ ഭേദ. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ജാഗ്രത് ദൃശ്യങ്ങൾ, ഈ ഭേദങ്ങളും യുക്തിപരമായി നോക്കിയാൽ അതുപോലെ തന്നെയാണ്. ആദ്യന്തയോരഭാവ വിദധൈരൈവ മൃഗതൃഷ്ണികാദിഭി സദൃശത്വ. അസത്യങ്ങളായിരിക്കുന്ന മൃഗതൃഷ്ണികാദികൾക്ക് തുല്യമാണത്. വിദധ ഏവ തഥാപി അവിദധ ഇവ ലക്ഷിത.
മൂഢൈർ അനാത്മവിദ്ധി. അതിന്റെ വാസ്തവം അതാണ്. ഇത് സത്യമല്ല, ഈ ജാഗ്രത അനുഭവങ്ങളൊന്നും സത്യമല്ല. അല്ലെങ്കിലും പക്ഷെ ഇത് സത്യമായിട്ട് അനുഭവപ്പെടുന്നു. സത്യമല്ലാത്തങ്ങനെ സത്യമായി അനുഭവപ്പെടും. സ്വപ്നത്തിൽ അത് സംഭവിക്കുന്നുണ്ടല്ലോ, സത്യമല്ലാത്തത് സത്യമായി അനുഭവപ്പെടുന്നു. എവിടെയെല്ലാം ഭ്രാന്തിയുണ്ടോ ആ ഭ്രാന്തിയിലെല്ലാം അത് അനുഭവപ്പെടുമ്പോൾ അത് സത്യമല്ലാത്തത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? മൂഢൈഹി അനാത്മവിദ്ഭിഹി. സ്വപ്നത്തിൽ നമുക്ക് സ്വപ്നമാണെന്ന് അറിയാൻ കഴിയുന്നു, ജാഗ്രതയിലെ അതറിയാൻ കഴിയുന്നില്ല. അവിടെ താൻ സ്വപ്നത്തെ സംബന്ധിച്ച് മൂഢനായിരിക്കും. ജാഗ്രതത്തിനെ സംബന്ധിച്ച് താൻ മൂഢനാണ്. ജാഗ്രതത്തിന്റെ സത്യം തുര്യൻ, അതറിയാത്തവൻ അനാത്മവിദ്. തുര്യനെ അറിയാത്തവന് ഇത് അസത്യമായി തന്നെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അനുഭവം ആണ് ശരി, അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അനുഭവത്തിന് പ്രാധാന്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും അനുഭവത്തെക്കാൾ വലിയ സ്ഥാനം യുക്തിക്കാണ്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അനുഭവം ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ട്? അനുഭവത്തിന് ആധാരമായി തന്റെ തന്നെ സ്വയം താൻ തന്നെ സൃഷ്ടിച്ച മൂഢത നിൽക്കാം. തന്റെ തന്നെ മൂഢത ഈ അനുഭവത്തിന് കാരണമായിരിക്കാം. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. തന്റെ മൂഢതയാണ് തന്റെ അനുഭവത്തിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടിവിടെ പറയുന്നു അനാത്മവിദ്, സ്വസ്വരൂപത്തെ അറിയാത്തവൻ, അവൻ ഇത് സത്യമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് മാത്രം ഇത് സത്യമാകത്തില്ല. നമ്മളെപ്പോഴും ഇതിൽ വാശി പിടിക്കുന്ന എന്താണോ, എന്റെ അനുഭവം ഇതാണ്, ഞാനിത് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് ഇത് സത്യമാകണം എന്ന് അതിനെവിടെ നിഷേധിക്കുന്നു. യുക്തി കൊണ്ട് നിഷേധിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തെ നിഷേധിക്കുന്നു. അനുഭവം സത്യമൊന്നു തന്നെ, പക്ഷെ യുക്തി അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവം അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്, അറിവില്ലായ്മയിൽ നിന്നുള്ള അനുഭവമാണ്, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ആദാവന്തേച യന്നാസ്തി വർത്തമാനേവി തത്തഥാ വിദധൈ സദൃശാ സന്തോ അവിദധാൈവ ലക്ഷിതാഃ സപ്രയോജനതാ തേഷാം സ്വപ്നേ വിപ്രതിപദ്യതേ തസ്മാദ് ആദ്യന്തവത്വേന മിഥ്യേവ ഖലു തേ സ്മൃതാ സ്വപ്നദൃശ്യവത് ജാഗ്രതദൃശ്യാനാം അപ്യസത്വമിതി യദുക്തം തദയുക്തം. പറയുന്നു, യുക്തി ഉപയോഗിച്ചിട്ട് സ്വപ്നം പോലെ ജാഗ്രത അസത്താണെന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? സ്വപ്നവും ജാഗ്രതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ടനുഭവങ്ങൾക്കും തമ്മിൽ കാര്യമായ ഭേദമുണ്ട്. എന്താണ്? യസ്മാത് ജാഗ്രദൃശ്യാഃ അന്നപാനവാഹനാദയഃ ക്ഷുത്പിപാസാദി നിവൃത്തിം കുർവന്തോ ഗമനാഗമനാദി കാര്യം ച സപ്രയോജനാദൃഷ്ട. അതിന്റെ പ്രബലമായ യുക്തി എന്താണ്? ഈ അനുഭവങ്ങളെല്ലാം സത്യമാണ്. ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അന്നപാനാദികൾ. ഇവിടെ ആഹാരം കഴിച്ചാൽ വിശപ്പ് മാറുന്നു, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം ശമിക്കുന്നു. അതാണ് വാഹനാദയ, വാഹനം. അതുപയോഗിച്ച് ഗമനാഗമനാദി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സപ്രയോജനതയുണ്ട്. ഇതിനെല്ലാം ഒരു പ്രയോജനമുണ്ട്. ഇതെല്ലാം ഫലവത്താണ്. ഇവിടെ പരസ്പരം കാര്യകാരണബദ്ധമായി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഫലം നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷമായ അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് സത്യമാണ്. വെറുതെ വാഹനം കൊണ്ട് ഗമനാഗമന കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇവിടെ അനേക കർത്താക്കൾ അനേക കർണങ്ങൾ ഉപയോഗിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് പല കാര്യങ്ങളും ഇവിടെ നേടുന്നുണ്ട്.
അതെല്ലാം സ്ഥായിയായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നുണ്ടല്ലോ. ആ ഭക്ഷണവും വിശപ്പ് മാറുന്നത് ഇതൊക്കെ അസത്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് സത്യമായി അനുഭവപ്പെടുകയാണ്. ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറുന്നില്ല, കഴിച്ചാൽ വിശപ്പ് മാറുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉദാഹരണമായി പറഞ്ഞാണ്. ഓരോ കാര്യങ്ങളിലും സത്യമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഭ്രാന്തിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്നത് സ്വപ്നദൃശ്യാനന്തരസ്തി. സ്വപ്നദൃശ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതൊരു ഭ്രാന്തി പോലെ കാണുന്നു, മറഞ്ഞു പോകുന്നു. സ്വപ്നം എന്നുള്ള ശബ്ദം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രതീതി എന്താണ്? ക്ഷണികമായി വരുന്ന ചില അനുഭവങ്ങൾ, ക്ഷണികമായി മറഞ്ഞു പോകുന്ന ചില അനുഭവങ്ങൾ. അവിടെ ഇതുപോലെയുള്ള കൃത്യമായ കാര്യകാരണഭാവമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് വ്യക്തമായ പ്രയോജനം ഓരോ കർമ്മത്തിലും ഇവിടെ ഓരോ ജീവനും അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് സത്യമാണ്. തസ്മാ സ്വപ്നദൃശ്യവത് ജാഗ്രദൃശ്യാനാം അസത്വം മനോരഥമാത്രം. അതുകൊണ്ട് സ്വപ്നത്തെ പോലെ അതേ യുക്തികൾ ജാഗ്രതയിൽ പ്രയോഗിച്ചിട്ട് ഇത് അസത്യമാണെന്ന് പറയുന്നത് വെറും കൽപ്പന മാത്രമാണ്, ഒരു സങ്കല്പം മാത്രമാണ്. അവരുടെ ഒരു ദുരാഗ്രഹമാണ്. സ്വപ്നം അസത്യമായതുകൊണ്ട് അതേപോലെ ഇതിനെ അസത്യമാണെന്ന് സ്ഥാപിക്കുക. അത് കേവലം ഒരു ദുരാഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞാലോ പറയുന്നു തന്ന അത് ശരിയല്ല. കസ്മാത് യസ്മാത് സപ്രയോജനത ദൃഷ്ടായ അന്നപാദാനാദീനാം സ സ്വപ്നെ വിപ്രതിപദ്ധ്യത. പറയുന്നു അന്നപാനാദികൾക്ക് ഇവിടെ പ്രയോജനമുണ്ട്, അത് ശരി തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ രണ്ടിനും തുല്യതയുണ്ട്, ജാഗ്രതത്തിനും സ്വപ്നങ്ങൾക്കും. രണ്ടും എന്താണ്? അനുഭവ വിഷയമാണ്. രണ്ടിനും ദൃശ്യത്വമുണ്ട്, രണ്ടും നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് രണ്ടിന്റെയും സമാനത. ഇവിടെ നിങ്ങൾ പറയുന്നു ആഹാരം കഴിച്ച് വിശപ്പ് മാറി, അതുകൊണ്ട് സത്യമാണ്. പക്ഷെ ഇവിടുത്തെ ഈ പ്രയോജനം സ്വപ്നത്തിൽ കാണുന്നില്ലല്ലോ. സപ്രയോജനത ദൃഷ്ട, ഇവിടെ സപ്രയോജനത കാണുന്നുണ്ട്. അന്നപാനാദീന സ സ്വപ്നെ വിപ്രതിപത്തി, സ്വപ്നത്തിൽ അത് കാണുന്നില്ല. എങ്ങനെ? തിരിച്ച് സ്വപ്നത്തിൽ ജാഗ്രതത്തിലും കാണുന്നില്ല. അത് പറയുന്നു ജാഗ്രതേഹി ഭുക്ത്വാ പീത്വാ ച തൃപ്തഃ വിനിവർത്തിത തൃട്ട് സുപ്തമാത്രേവ ക്ഷുത്പിപാസാദി ആർത്ഥ അഹോരാത്രോഷിതം അഭുക്തബന്ധം ആത്മാനം മന്യതേ. പ്രയോജനം ഇവിടെ കാണുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അതാണ് പറയുന്നത് ജാഗ്രതേഹി ഭുക്ത്വാ പീത്വാ ച തൃപ്തഃ. ഒരാളിവിടെ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്നു, അയാൾ തൃപ്തനായി, വിശപ്പ് മാറി, ദാഹം മാറി, നിവർത്തിത തൃട്ട്, അയാളുടെ ദാഹമെല്ലാം മാറിക്കഴിഞ്ഞു. പക്ഷേ സുപ്തമാത്രേവ, അയാൾ ഉറങ്ങുന്നു, എല്ലാം മാറിയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം സ്വപ്നമായി, വീണ്ടും ക്ഷുത്പിപാസാദി ആർത്ഥം അഹോരാത്രോഷിതം അഭുക്തബന്ധം ആത്മാനം മന്യതേ. വീണ്ടും അയാൾ പീഡിതനാകുന്നു, വീണ്ടും അയാൾക്ക് വിശപ്പ് വരുന്നു, ദാഹം വരുന്നു. സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാം? സ്വപ്നത്തിൽ ഇന്നതേ സംഭവിക്കാവുന്നില്ല. അയാൾ സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചാൽ വീണ്ടും അയാൾ എന്താണ്? അങ്ങനെ സംഭവിക്കാം. അയാൾക്ക് വിശപ്പുള്ളതായി തോന്നുന്നു, ദാഹമുള്ളതായി തോന്നുന്നു, ദുഃഖിതനാകുന്നു, ഭക്ഷണം അയാൾ ആഗ്രഹിക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അഹോരാത്രോഷിതം, താൻ രാവും പകലും ഒന്നും കഴിച്ചില്ല, അങ്ങനെ സ്വയം വിശക്കുന്നവനായി അനുഭവപ്പെടാം. അപ്പോ വയറ് നിറഞ്ഞവനും സ്വപ്നത്തിൽ വിശപ്പ് അനുഭവപ്പെടാം. അങ്ങനെ അനുഭവപ്പെടുന്നുമുണ്ട്. സ്വപ്നത്തിന് എന്ത് സംഭവിക്കുക? ഇന്നതേ സംഭവിക്കാവൂ എന്നവിടെ വ്യവസ്ഥയിൽ. അപ്പൊ ഇവിടുത്തെ സപ്രയോജനത ആ സ്വപ്നത്തിൽ ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പൊ സപ്രയോജനതയാണ് സത്യം എന്നുള്ളതിന് നിങ്ങൾ ഹേതുവായി കാണിക്കുന്നതെങ്കിൽ അത് സ്വപ്നത്തിൽ കാണുന്നില്ല. തിരിച്ച് യഥാ സ്വപ്നെ ഭുക്ത്വാ പീത്വാ ച
അതൃത്വോക്തിതസ്തത സ്വപ്നത്തിൽ ഒരാൾ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, എല്ലാം ചെയ്തു, വിശപ്പും ദാഹവും എല്ലാം മാറി. പക്ഷേ ഉണരുമ്പോൾ വീണ്ടും വിശന്നുണരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന പ്രയോജനം മറ്റൊരു സ്ഥലത്ത് കാണുന്നില്ല. അവിടുത്തെ പ്രയോജനം ഇവിടെയും കാണുന്നില്ല. സ്വപ്നത്തിൽ കഴിച്ചതൊന്നും ഉണരുമ്പോൾ ഇല്ല, ജാഗ്രതയിൽ കഴിച്ചത് സ്വപ്നത്തിനുമില്ല. തസ്മാത് ജാഗ്രത ദൃശ്യാണ് സ്വപ്നെ വിപ്രതിപത്തിർദൃഷ്ട. അതുകൊണ്ടെന്ന് മനസ്സിലാക്കാം, ജാഗ്രതയിലെ അനുഭവങ്ങൾ സ്വപ്നത്തിൽ മാറിപ്പോകുന്നു. അതോ മന്യാമഹേ തേഷാമപ്പി അസത്യത്വം സ്വപ്നദൃശ്യവ അനാശങ്കനീയം. അതുകൊണ്ടെന്താണ്, ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങളും അസത്യമാണ്, അതിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. സ്വപ്നത്തെ പോലെ തന്നെയാണ്. ഇവിടത്തെ സ്വപ്രയോജനത ഇവിടെ ഉണ്ടെങ്കിൽ അത് സ്വപ്നത്തിനുണ്ട്. നിങ്ങൾ പറയുന്ന ഇവിടെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെങ്കിൽ സ്വപ്നത്തിനും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും. അതുകൊണ്ട് നമ്മൾ സ്വപ്നം സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഇവിടെ വാഹനത്തിൽ സഞ്ചരിക്കാമെങ്കിൽ സ്വപ്നത്തിന് സഞ്ചരിക്കാം. അതുകൊണ്ട് സ്വപ്നം സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. മറിച്ച് എന്തുകൊണ്ട് സ്വപ്നം അസത്യം എന്ന് പറയുന്നു? സ്വപ്നത്തിലതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. സ്വപ്നത്തിലെ വിശപ്പ് ഇവിടെ കാണുന്നില്ല, സ്വപ്നത്തിലെ തൃപ്തി ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചതാണ്, പക്ഷേ ജാഗ്രതത്തിൽ വീണ്ടും വിശക്കുന്നു. അപ്പോൾ സ്വപ്നം അസത്യം എന്ന് പറയുന്നെങ്കിൽ, ജാഗ്രതത്തിൽ ഭക്ഷണം കഴിച്ച് സ്വപ്നത്തിൽ വിശക്കുന്നുണ്ടെങ്കിൽ സ്വപ്നവും ജാഗ്രതവും അസത്യമാണ്. ഒന്ന് ശരി, മറ്റൊന്ന് അസത്യമാവുന്ന. അങ്ങനെ ജാഗ്രതത്തിൽ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി, സ്വപ്നത്തിൽ വീണ്ടും വിശക്കുന്നു. അപ്പോൾ സ്വപ്നത്തിന്റെ നിലയിൽ നോക്കുക, ജാഗ്രത അസത്യമാണ്. ജാഗ്രതത്തിന്റെ നിലയിൽ മാത്രം നിന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ് സ്വപ്നം അസത്യമാണ്. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ച് ജാഗ്രതത്തിൽ അത് മാറി, അവിടെ വീണ്ടും വിശപ്പ് വരുന്നത്. അതുകൊണ്ട് പറയുന്നത് സ്വപ്നം സത്യമായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ അനുഭവങ്ങളുടെ തുടർച്ച ഇവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് അസത്യമായിരുന്നു. സ്വപ്നത്തിൽ വാഹനത്തിൽ കയറി ജാഗ്രതത്തിൽ വരുമ്പോൾ വാഹനമില്ല. അതുകൊണ്ട് പറയുന്നു സ്വപ്നം അസത്യമാണ്. അവിടുത്തെ പ്രയോജനം ഇവിടെ കാണാത്തതുണ്ട്. അതാണെങ്കിൽ സ്വപ്നത്തിന്റെ നിലയിൽ ചിന്തിക്കുക, സ്വപ്നത്തിൽ മറിച്ച് ഇവിടുത്തെ പ്രയോജനമൊന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് സ്വപ്നത്തിന്റെ നിലയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറയാമല്ലോ ഇതും അസത്യമാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ സപ്രയോജനത, പ്രയോജനമുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക്, അതുകൊണ്ട് ഇത് സത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ, ജാഗ്രതത്തിന്റെ നിലയിൽ നിന്ന് പറയുകയാണെങ്കിൽ, സ്വപ്നത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് അതേ യുക്തി ഉപയോഗിച്ചിട്ട് ഈ സപ്രയോജനത അവിടെ കാണാത്തതുകൊണ്ട് അത് അസത്യമാണെന്നും പറയാം. അതുകൊണ്ട് അക്കാരണം കൊണ്ടും ജാഗ്രത സത്യം, സ്വപ്നം മാത്രം അസത്യം എന്ന് പറയാൻ പാടില്ല. കാരണം രണ്ടും ഒരേപോലെ അനുഭവങ്ങളാണ്. രണ്ടനുഭവത്തിലും ഒരേപോലെയാണ് സപ്രയോജനം അനുഭവപ്പെടുന്നത്. ഒന്ന് മറ്റൊന്നിൽ കാണാത്തതുകൊണ്ട് ഒന്നിനെ അസത്യം എന്ന് പറയുകയാണെങ്കിൽ മറ്റേതും അസത്യം തന്നെയാണ്. അതുകൊണ്ട് യുക്തിയിൽ പക്ഷഭേദം വരാൻ പാടില്ല. യുക്തി എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും അസത്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായി ജാഗ്രത് സത്യമെന്ന് പറയുന്ന യുക്തി. എന്താണ്? സപ്രയോജനത. ഇവിടെ എല്ലാ കാര്യങ്ങളും ഫലവത്താണ്, അവിടെ അങ്ങനെയല്ല. അവിടെയും ഫലവത്താകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്തെല്ലാം ഫലവത്തായാലും അവിടെ അതില്ലാതാകുന്നു. സ്വപ്നത്തിൽ അവിടെ എന്തെല്ലാം ഫലവത്തായാലും ഇവിടെ വരുമ്പോൾ ഇല്ലാതാകുന്നു. ഈ രണ്ടു നിലയും നമ്മൾ മാറി മാറി പരിശോധിക്കുമ്പോൾ രണ്ടും അനുഭവം എന്നുള്ള നിലയ്ക്ക് രണ്ടിടത്തും തുല്യമാണ്. അതുകൊണ്ട് ഒന്ന് പരമാർത്ഥം, മറ്റത് കൽപ്പിതം എന്ന് പറയുന്നത് യുക്തിയില്ല എന്നാണ്. പിന്നെ നമ്മൾ പറയുന്നത് അത് ചിന്തിക്കാതെ പറയുന്നു, യുക്തിയെക്കുറിച്ച് ചിന്തിക്കാതെ പറയുന്നു. വളർന്നതിന് ശേഷം അതൊന്നും ഇവിടെ തുടരുന്നില്ല. അതുകൊണ്ട് പറയുന്നു അത് അസത്യം, ഇത് സത്യമാണ്. യുക്തി ഉപയോഗിക്കുമ്പോൾ സ്വപ്നത്തിന്റെ നിലയിലും ചിന്തിക്കേണ്ടി വരും. യുക്തി കേവലം ജാഗ്രതത്തിന് മാത്രമല്ല,
സ്വപ്നത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുക. അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ഈ അനുഭവങ്ങൾ ഇതെല്ലാം അവിടെ ബാധിക്കുന്നു, ഇവിടുത്തെ പ്രയോജനങ്ങളെല്ലാം അവിടെ ഇല്ലാതാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർത്തും പറയാൻ എന്താണ്, ഇതും അതുപോലെ തന്നെയാണ്, അതിന് സമം തന്നെയാണ്, ഇതും സത്യമല്ല. ആ യുക്തിയാണ് ഇവിടെ പറയുന്നത്. സപ്രയോജനതാം സ്വപ്നേ വിപ്രതിപദ്യത്തെ തസ്മാദ് ആദ്യന്തവത്വേന മിഥ്യൈവ ഖലു തേ സ്മൃതാ. അപൂർവം സ്ഥാനി ധർമ്മോ ഹി യഥാ സ്വർഗനിവാസിനാം താനയം പ്രേക്ഷതേ ഗത്വാ യഥൈവേഹ സുശിക്ഷിത. സ്വപ്നജാഗ്രദ്ഭേദയോഃ സമത്വാദ് ജാഗ്രദ്ഭേദാനാം അസത്വമിതി യദുക്തം തദസത്. ഇവിടെ സ്വപ്നം അസത്യമാണെന്നുള്ളത് അനുഭവസിദ്ധമാണ്, ജാഗ്രത് സത്യമാണെന്നുള്ളതും അനുഭവസിദ്ധം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ യുക്തി ഉപയോഗിച്ചിട്ട് സമർത്ഥിക്കുകയാണ്, അനുഭവം എന്ന നിലയ്ക്ക് സ്വപ്നം പോലെ തന്നെയാണ് ജാഗ്രതും, രണ്ടും സമമാണ്. സ്വപ്നത്തെ നമ്മൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് അസത്യമാണെന്ന് സമർത്ഥിക്കാമോ അതേ യുക്തികളെല്ലാം ജാഗ്രതയിലും പ്രയോഗിക്കാം. പിന്നെ രണ്ട് സമമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെ നിഷേധിക്കുന്നു. യദുക്തം തദസത്, നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. കസ്മാത്, എന്തുകൊണ്ട്? ദൃഷ്ടാന്തസ്യ അസിദ്ധത്വ, നിങ്ങൾ പറയുന്നത് ദൃഷ്ടാന്തം ശരിയല്ല. കഥം നഹി ജാഗ്രത് ദൃശ്യ ഏവ ഏതേ ഭേദ സ്വപ്നെ ദൃശ്യന്തേ. പറയുന്നു ജാഗ്രത അനുഭവങ്ങൾക്കും സ്വപ്ന അനുഭവങ്ങൾക്കും വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്നത് ഇത് അനുഭവം എന്നുള്ള നിലയ്ക്ക് രണ്ടും തുല്യമാണെന്നാണ്. പക്ഷെ ജാഗ്രതത്തിലെ ദൃശ്യങ്ങളല്ലല്ലോ സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ ഈ ജാഗ്രതത്തിലെ ദൃശ്യങ്ങളിൽ നിന്നും ഭിന്നങ്ങളായ ദൃശ്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്യമല്ലെന്ന്. അല്ല, ജാഗ്രതത്തിലെ ദൃശ്യങ്ങൾ തന്നെ സ്വപ്നത്തിൽ കാണുന്നു എന്നല്ല. എന്താണ് വ്യത്യാസം? കിം തർഹി അപൂർവം സ്വപ്നെ പശ്യതി. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം അപൂർവങ്ങളായിരിക്കും പലപ്പോഴും. ജാഗ്രതത്തിലെ അനുഭവങ്ങൾ അതുപോലെ സ്വപ്നത്തിലും വരാം, പക്ഷെ പലപ്പോഴും അത് അപൂർവങ്ങളായിരിക്കും. എന്താണ്? ചതുർദന്തം ഗജം ആരൂഢം അഷ്ടഭുജം ആത്മാനം മന്യത്തെ. ഒരാൾ സ്വപ്നം കാണുകയാണ്, എന്താണ്? 4 കൊമ്പുള്ള ഒരു ആനയുടെ പുറത്തിരിക്കുന്നു. ജാഗ്രതത്തിൽ അത് സംഭവിക്കത്തില്ലല്ലോ. ജാഗ്രതത്തിൽ 2 കൊമ്പുള്ള ആനയുള്ളൂ. പിന്നെ തനിക്കെന്താണ്? 4 കൈയായിട്ടോ 6 കൈയായിട്ടോ 8 കൈയായിട്ടോ ഒക്കെ കാണാം, ദേവതമാരെ പോലെ. അങ്ങനെ ഒരാൾക്ക് സ്വപ്നം കാണാം. സ്വപ്നത്തിൽ അത് പ്രത്യക്ഷമായ അനുഭവമായി ഇതെല്ലാം കാണാം. ഇതുപോലെയുള്ള കാഴ്ചകൾ ജാഗ്രതയിലില്ലാത്തതുകൊണ്ട് ജാഗ്രത സ്വപ്നവും ഒരുപോലെയാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ജാഗ്രതത്തിലെ അനുഭവത്തിന് വിരുദ്ധമായ അപൂർവമായ അനുഭവങ്ങൾ സ്വപ്നത്തിൽ വരുന്നതുകൊണ്ടാണ് ജാഗ്രതത്തിലേക്ക് വന്നതിന് ശേഷം പറയുന്നത് അത് അസത്യമാണെന്ന്. അന്യതപ്യേവം പ്രകാരം അപൂർവം പശ്യതി സ്വപ്ന. ഇങ്ങനെ പലതരത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പല അനുഭവങ്ങളും സ്വപ്നത്തിൽ കാണും. ഉണർന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നു അതെല്ലാം വെറും കൽപ്പനകളായിരുന്നു, അസത്യമാണ് എന്ന് പറയുന്നു. തന്ന അന്യൻ അസത സമമിതി സദൈവ. അതുകൊണ്ട് ഈ ജാഗ്രതയിലെ ഈ അനുഭവങ്ങൾ അസത്യമായ സ്വപ്നത്തിലെ അനുഭവങ്ങൾക്ക് സമമല്ല. രണ്ടും അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ജാഗ്രത സത്യമാണ്. മറ്റത് വിചിത്രങ്ങളും അപൂർവങ്ങളുമായ അനുഭവങ്ങളുള്ളതുകൊണ്ട് അത് അസത്യമാണ്. അതോ ദൃഷ്ടാന്തോ അസിദ്ധ. അതുകൊണ്ട് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം അസത്യമാണ് എന്നുള്ളതിന് നിങ്ങൾ സ്വപ്നത്തെ കൂട്ടുപിടിക്കുന്നത് ശരിയല്ല.
സ്വപ്നം വേറെ, ജാഗ്രത വേറെ. ഇത് രണ്ടും തമ്മിൽ യാതൊരു തുല്യതയില്ല. തസ്മാ സ്വപ്നമത് ജാഗ്രതസ്യ അസത്വം ഇരിയുക്തം. അതുകൊണ്ട് സ്വപ്നത്തെ പോലെ, സ്വപ്നം അസത്യമായതുകൊണ്ട് അതുപോലെ ജാഗ്രതയും അസത്യമാണ് എന്ന് പറയുന്ന ഈ യുക്തി അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിലോ പറയുന്നു തന്ന അതിനെ നിഷേധിക്കുന്നു. സിദ്ധാന്തി അതിനെ നിഷേധിച്ചിട്ട് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് സമർത്ഥിക്കുന്നത്. സ്വപ്നെ ദൃഷ്ടം അപൂർവം മന്യസേ നതത് സ്വതസിദ്ധം പറയുന്നു. സ്വപ്നത്തിൽ കാണുന്ന ഇത് എന്ത് വിചിത്രമായ അപൂർവമായ അനുഭവങ്ങളായാലും ശരി, അതൊന്നും സ്വയം നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതിനൊന്നും സ്വന്തമായ ഉണ്മയില്ല. മറിച്ചോ കിം തർഹി അപൂർവ സ്ഥാനി ധർമ്മോഹി സ്ഥാനിനോ ദൃഷ്ടിരേവ ഈ സ്വപ്നസ്ഥാനത്തോ ധർമ്മം. അത് ആ സ്വപ്നം കാണുന്നവൻ കാണുന്ന ദൃശ്യങ്ങളാണ്. സ്ഥാനിധർമ്മം എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ എന്ത് കണ്ടാലും അത് സ്വപ്നം കാണുന്നവന്റെ തന്നെ ദൃശ്യങ്ങളാണ്, അവന്റെ ധർമ്മങ്ങളാണ്. നമുക്കറിയാം, അവിടെ 4 കൊമ്പുള്ള ആന ഉണ്ടായിരുന്നില്ല, തനിക്ക് 8 കൈകളുണ്ടായിരുന്നില്ല. ഇതൊന്നും അവിടെ വാസ്തവത്തിൽ സംഭവിച്ചില്ല. കാരണം ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ അതൊന്നും കാണുന്നില്ല. പിന്നെ ഉറക്കത്തിലുണ്ടായിരുന്നില്ല, ഉണർന്നിരിക്കുമ്പോൾ ഇല്ല, സ്വപ്നത്തിൽ മാത്രം അനുഭവപ്പെടുന്നു. അതെന്താണ്? ആ കാണുന്നവന്റെ തന്നെ വിശേഷതകളാണെന്ന് വെച്ചാൽ ആ കാണുന്നവന്റെ തന്നെ മനക്കൽപ്പനകളാണത്, കാണുന്നവന്റെ തന്നെ സങ്കല്പങ്ങളാണത്. അതിൽ കഴിഞ്ഞ് അവിടെയൊന്നുമില്ല. യഥാ സ്വർഗനിവാസിനാം ഇന്ദ്രാദീനാം സഹസ്രാക്ഷത്വാദി തഥാ സ്വപ്നദൃശോ അപൂർവം ധർമ്മ പറയുന്നു. സ്വർഗനിവാസിയായ ഇന്ദ്രനെ കുറിച്ച് പറയുന്നു സഹസ്രാക്ഷനാണ്. ഈ സഹസ്രാക്ഷൻ എന്ന് പറയുന്നത് 1000 കണ്ണുകളുള്ളവനെന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിൽ ജാഗ്രതത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന കാര്യമല്ല. സാധാരണ ശരീരത്തിൽ 1000 കണ്ണുകളൊന്നും കാണാറില്ല. എന്നാലും സ്വർഗനിവാസികളെ കുറിച്ച് അങ്ങനെയെല്ലാം പറയുന്നു. അപ്പോൾ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അത് ആ സ്വർഗമെന്ന് പറയുന്ന ആ സ്ഥലത്തെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ ഇല്ലാത്ത, ഈ ഭൂലോകത്തിൽ കാണാത്ത പല അപൂർവതകളും അവിടെ കാണാമെന്ന് ശാസ്ത്രത്തിൽ പറയും. അതുപോലെയാണിത്. സ്വപ്നത്തിൽ അവിടെ മാത്രം കാണാമെന്നുള്ള പലതും ആ സ്വപ്നദ്രഷ്ടാവിന്റെ ധർമ്മമായി അനുഭവപ്പെടാം. പിന്നെ സ്വതസിദ്ധോ ദുഷ്ടു അതിനൊന്നും സ്വയം നിലനിൽപ്പുള്ളതാണ്. ദ്രഷ്ടാവ് എങ്ങനെയാണോ അവിടെ സ്വയം നിലനിൽക്കുന്നത്, അതുപോലെ ദൃശ്യങ്ങൾക്കൊന്നും സ്വയം നിലനിൽപ്പില്ല. അതുകൊണ്ട് ദ്രഷ്ടാവിന്റെ ധർമ്മമായിട്ട് എന്ത് അനുഭവപ്പെടാം, അതിന് വ്യവസ്ഥയില്ല. ഇന്നതായിരിക്കണമെന്ന് വ്യവസ്ഥയില്ല. തനേവം പ്രകാരാൻ അപൂർവാൻ സ്വചിത്ത വികൽപ്പാൻ അയം സ്ഥാനി സ്വപ്നസ്ഥാനം ഗത്വ പരീക്ഷത. അതുകൊണ്ട് എന്ത് വരുന്നു? ഇതുപോലെ പലതരത്തിലുള്ള അപൂർവങ്ങളായ സ്വചിത്ത വികൽപ്പാൻ, ആ സ്വപ്നദൃഷ്ടാവായിരിക്കുന്ന തുര്യന്റെ ചിത്തസ്പന്ദനങ്ങൾ അത് അവിടെ കാണുന്നു. സ്വപ്നത്തെ കാണുന്നവൻ സ്വപ്നസ്ഥാനം ഗത്വ, ആ സ്വപ്നാവസ്ഥയിലേക്ക് ചെന്നിട്ട് സ്വപ്നാവസ്ഥയിൽ നിന്നുകൊണ്ട് വിചിത്രങ്ങളായ പലതിനെയും കാണുന്നു. അവിടെ ഒന്നേ ഉള്ളൂ, ആ സ്വപ്നദ്രഷ്ടാവായിരിക്കുന്ന തുര്യൻ മാത്രം. ആ തുര്യന്റെ മുമ്പിൽ കാണുന്ന ദൃശ്യങ്ങളാണിതല്ല. അത് കാണാൻ സ്വപ്നത്തിൽ കാണാം. അവിടെ സത്യമായിരിക്കുന്ന തുര്യൻ, ബാക്കി കാണുന്നത് എന്തായാലും അത് അസത്യമാണ്. യഥായവ ഇഹ ലോകേ സുശിക്ഷിതോ ദേശാന്തരമാർഗ തേന മാർഗേണ ദേശാന്തരം ഗത്വ താൻ പദാർത്ഥാൻ പശ്യതി തത്വ. ഇവിടെ തന്നെ, ഇവിടെ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഈ കാഴ്ചകളല്ലാതെ അപൂർവമായ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് കാണാത്ത പല കാഴ്ചകളും കാണാം, പല ദേശങ്ങൾ കാണാം, പല അത്ഭുതകരമായ കാഴ്ചകൾ കാണാം. അതൊന്നും ഈ ദേശത്തുള്ളതല്ല. ഇതറിഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? ആ വഴി മനസ്സിലാക്കി ആ സ്ഥലത്ത് പോയി അവിടെയുള്ള കാഴ്ചകൾ കാണുന്നു. അവിടെ കാണുന്ന പല കാഴ്ചകളും എന്താണ്? അയാൾക്ക് പുതുതായി തോന്നുന്നു, പുതുമയുള്ളതായി തോന്നുന്നു. എന്തുകൊണ്ട്? അതിവിടെ കണ്ടതല്ല. ഇത് സാധാരണ ഈ
ഇവിടെ തന്നെ ഈ ഭൂലോകത്തിന് സംഭവിക്കുന്നതാണ്. ഒരു ദേശത്ത് കാണുന്ന കാഴ്ചകളല്ല വേറൊരു ദേശത്ത് പോയാൽ കാണുന്നു. അവിടെ ഭൂപ്രകൃതിക്കും അവിടെ കാണുന്ന എല്ലാ കാഴ്ചകൾക്കും വ്യത്യാസം വരും. ഒരിടത്ത് കാണുന്നത് പോലെയല്ല എല്ലായിടത്തും കാണുന്നത്. ഈ ലോകത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായി ധരിച്ച് ആ സ്ഥലത്ത് പോയി അതിന് പോകേണ്ട പ്രത്യേക വഴി കൂടി സഞ്ചരിച്ച്, അതാണ് സുശിക്ഷിത ദേശാന്തര മാർഗ തേന മാർഗേണ ദേശാന്തരം ഗത്വ, അതിന് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ തന്നെ പോയി അവിടെ ചെന്ന് താൻ പദാർത്ഥാൻ പശ്യതി, അവിടെയുള്ള കാഴ്ചകളെ കാണുന്നു. അത് അയാളെ സംബന്ധിച്ച് അപൂർവമാണ്. ഇതുവരെ കാണാത്തതാണ് അയാൾ അവിടെ പോകുന്നത്. ഹിമാലയം കാണാത്തവനെ സംബന്ധിച്ച് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഹിമാലയം അപൂർവമായ കാഴ്ചയാണ്. സമുദ്രം കാണാത്തവന് അവിടെ ചെന്നു കഴിഞ്ഞാൽ സമുദ്രം അപൂർവമായ കാഴ്ചയാണ്. അതുവരെ കാണാത്തവനെ സംബന്ധിച്ച് അത് അത്ഭുതവും അപൂർവവുമാണ്. അതുപോലെയുള്ള കാഴ്ചകൾ ജാഗ്രതയിൽ നിന്നും ജാഗ്രത ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ വേറെ സ്ഥലത്ത് പോയി കാണുന്നു. അത്രേ സംഭവിക്കുന്നുള്ളൂ സ്വപ്നത്തിൽ. തസ്മാത് യഥാ സ്ഥാനി ധർമാണാം രജ്ജു സർപ്പ മൃഗതൃഷ്ണികാദീനാം അസത്വം. ഈ കാഴ്ചകളൊന്നും പരമാർത്ഥമല്ല. ഇതെല്ലാം എന്താണ്? കാണുന്നവന്റെ കൽപ്പനകളാണ്, കാണുന്നവന്റെ ചിത്ത സ്പന്ദനങ്ങളാണ്. അത് തന്നെയാണ് രജ്ജു സർപ്പത്തിനും മൃഗതൃഷ്ണികയിലും എല്ലാം സംഭവിക്കുന്നത്. കാഴ്ചകൾ ഒന്നിനും തന്നെ സ്വന്തമായ നിലനിൽപ്പില്ല. കാഴ്ചകളെല്ലാം കാണുന്നവന്റെ ധർമ്മമാണ്. എന്നുവെച്ചാൽ കാണുന്നവന്റെ തന്നെ സൃഷ്ടിയാണത്. അതാണ് രജ്ജു സർപ്പത്തിലും മൃഗതൃഷ്ണികയിലും എല്ലാം കാണുന്നത്. അത് സത്യവുമല്ല. കാണുന്നവൻ സത്യം, കാഴ്ച അസത്യം. തഥാ സ്വപ്ന ദൃശ്യാനാം അപൂർവാണാം. അത് തന്നെയാണ് സ്വപ്ന ദൃശ്യങ്ങളും അപൂർവങ്ങളായിരിക്കുന്ന സ്വപ്ന ദൃശ്യങ്ങളും അപ്രകാരം തന്നെ. സ്ഥാനിധർമ്മത്വമേവ. ഇവിടെ എങ്ങനെയാണ്? അത് സ്ഥാനിധർമ്മങ്ങളാണ്. സ്ഥാനിധർമ്മം എന്ന് പറയുമ്പോൾ അതിനൊന്നും സ്വന്തമായ നിലനിൽപ്പുള്ള കാര്യങ്ങളല്ല. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. സ്വപ്നത്തെ സംബന്ധിച്ച് അത് വ്യക്തമാണ്. സ്വപ്നത്തിൽ എന്തു തന്നെ കണ്ടു കഴിഞ്ഞാലും ഉണർന്നിട്ട് എന്ത് പറയുന്നു? അതല്ല, എന്റെ തന്നെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അത് അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? താനും തന്റെ മനസ്സും തന്റെ ദൃശ്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പറയും. ഇല്ല, അതെല്ലാം അവിടെ അനുഭവപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രം, സത്യമായി ഉണ്ടായിരുന്നത് ഞാൻ മാത്രം. മറ്റതെല്ലാം വിഭ്രാന്തി. വിഭ്രാന്തി എന്നേ പറയാൻ പറ്റും. സത്യം പോലെ അനുഭവപ്പെട്ടെങ്കിലും അത് വിഭ്രാന്തിയാണ്, സ്ഥാനിധർമ്മങ്ങളാണ്. എന്നിൽ തന്നെ ഉണ്ടായ പ്രതിഭാസങ്ങളാണ്, പ്രതീതിയാണ്, തന്നെ തന്നെ അനുഭവപ്പെട്ട ഭാനങ്ങളാണത്. ഇത് അസത്വം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? അത് അസത്വമാണ്. അതുപോലെ സ്വപ്ന ദൃഷ്ടാന്തസ്യ അസിദ്ധത്വം. അതുകൊണ്ടെന്താണ്? സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ജാഗ്രത അസത്യമാണെന്ന് സമർത്ഥിക്കുന്നതിൽ യുക്തിയിൽ അസിദ്ധം എന്ന് പറയുന്ന ദോഷം അതൊന്നും വരുന്നില്ല. കാരണം സ്വപ്ന ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. അത് സ്ഥാനിധർമ്മമാണ്. ആ ദൃഷ്ടാന്തത്തിലൂടെ ഇതും അതിലെ യുക്തികൾ ഉപയോഗിച്ച് ഇതും അസത്യമാണ് എന്ന് സമർത്ഥിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല. അത് സ്ഥാനിധർമ്മമായിരിക്കുന്നത് പോലെ ഫലത്തിൽ ഇതും സ്ഥാനിധർമ്മങ്ങളാണ്. അവിടെ അപൂർവമായ കാഴ്ചകളുണ്ടെങ്കിൽ ഇവിടെയും അപൂർവമായ കാഴ്ചകളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അവിടെ പോയി അപൂർവമായ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ പല സ്ഥലത്തും പോയി അപൂർവമായ കാഴ്ചകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കാണുന്നവന്റെ തന്നെ വിശേഷതകളാണ്. അല്ലാതെ ഈ കാഴ്ചകൾക്കൊന്നും സ്വന്തമായ നിലനിൽപ്പ് ഇല്ല. അതുകൊണ്ട് സ്വപ്നദൃഷ്ടാന്തം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ദൃഷ്ടാന്തത്തിൽ ഉള്ള യുക്തികളെ ഉപയോഗിച്ച് ജാഗ്രതത്തിലെ അനുഭവങ്ങളെയും അസത്യമാണ് സമർത്ഥിക്കാം. അല്ലെങ്കിൽ യുക്തിയെ നമ്മൾ അവലംബിക്കാതിരിക്കണം, യുക്തിയെ നിഷേധിക്കേണ്ടി വരും. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് സത്യമാണ് എന്ന് പറയുന്നവന് യുക്തിയാണ് അവലംബിക്കുന്നത്. ഈ ജാഗ്രത അനുഭവം സത്യമാണെന്ന് ഒരാൾ പറയുമ്പോൾ എങ്ങനെ അയാൾ പറയുന്നു? അയാളവിടെ യുക്തിയെ പ്രയോഗിക്കുന്നു.
അപ്പോൾ യുക്തി എന്തായാലും സ്വീകരിച്ചേ പറ്റൂ, അതിനെ അംഗീകരിക്കാനായാലും നിഷേധിക്കാനായാലും. അങ്ങനെയാണെങ്കിൽ പറയുന്നു അതേ യുക്തികൾ തന്നെ ഇതിനെ നിഷേധിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇത് സത്യമല്ല, അസത്യമാണ് എന്നാണ്. അപൂർവം സ്ഥാനി ധർമ്മോ ഹി യഥാ സ്വർഗനിവാസിനാം താനയം പ്രേക്ഷതേ ഗത്വാ യഥൈവേഹ സുശിക്ഷിതഃ സ്വപ്നവൃത്തൗ അഭിത്വന്തഃ ചേതസാ കൽപ്പിതം ത്വസത് ബഹിശ്ചേതോ ഗൃഹീതം സത് ദൃഷ്ടം വൈധത്യമേതയോഃ അപൂർവത്വാശങ്കാം നിരാകൃത്യ സ്വപ്നദൃഷ്ടാന്തസ്യ പുനഃ സ്വപ്നതുല്യതാം അപൂർവത്വ ആശങ്കാം നിരാകൃത്യ സ്വപ്നദൃഷ്ടാന്തസ്യ പുനഃ സ്വപ്നതുല്യതാം ജാഗ്രദ്ഭേദാനാം പ്രപഞ്ചേന. അപ്പോ സ്വപ്നം എന്തോ പ്രത്യേകതയുള്ളതാണ്, അത് അപൂർവമാണ് എന്നുള്ളതിനെയാണ് ഇവിടെ നിഷേധിച്ചത്. വീണ്ടും ഇത് സ്വപ്നതുല്യം തന്നെ എന്ന് പറയുകയാണ്. അതിന് വീണ്ടും യുക്തികൾ പറയുകയാണ്. എന്താണ്? സ്വപ്നവൃത്തോപി സ്വപ്നസ്ഥാനേപി അന്തശ്ചേതസ മനോരഥ സങ്കല്പിതമസത് സങ്കല്പാനന്തരം സ്വപ്നസമകാലമേവ അദർശന. ജാഗ്രതത്തിലും സ്വപ്നത്തിലും രണ്ടു തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ജാഗ്രതത്തിലെങ്ങനെ? ഒന്ന് ബാഹ്യമായി വസ്തുക്കളെ കാണും, ഇതിനെ നമ്മൾ സത്യമെന്ന് കരുതുന്നു, ഇത് സത്യമാണ്. എന്നാൽ ഇവിടെ തന്നെ മനോരഥങ്ങളുണ്ട്. ഈ മനോരഥങ്ങൾ അസത്യമാണെന്നും തീരുമാനിക്കുന്നു. അതിന് സത്യമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഒരാൾ സങ്കല്പത്തിൽ കാണുന്നു, പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, സങ്കല്പത്തിലാണ്. സങ്കല്പത്തിൽ അയാൾ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം സങ്കല്പത്തിൽ കണ്ടിട്ട് അതെല്ലാം സത്യമാണെന്ന് നമ്മൾ കരുതുന്നില്ല. എന്തുകൊണ്ട്? അത് ആ സങ്കല്പകാലത്തിൽ മാത്രമേ ഉള്ളൂ. ആ സങ്കല്പമില്ലെങ്കിൽ അവിടെ ആ വിഷയങ്ങളുമില്ല. ഭക്ഷണത്തെ സങ്കല്പിച്ചാൽ സങ്കല്പത്തിൽ ഭക്ഷണമാണ്, ആ സങ്കല്പം പോയാലോ ഭക്ഷണമില്ല. അതുകൊണ്ട് മനോരഥങ്ങളെല്ലാം അസത്യമാണ് ജാഗ്രതത്തിൽ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. മിഥ്യ എന്താണ്, അസത്യം എന്താണ്, അക്കാര്യം നമുക്ക് ബോധിച്ച കാര്യമാണ് ജാഗ്രതത്തിൽ തന്നെ. എന്തുകൊണ്ട്? അത് ആ കാലത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്യമല്ല. ഇത് തന്നെയാണ് സ്വപ്നത്തിലും. സ്വപ്നത്തിലും എന്ത് വരുന്നു? സ്വപ്നം അവിടെയും നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള സങ്കല്പങ്ങളുണ്ടാകാം. ഒരാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവന് ഇതുപോലെയുള്ള മനോരഥങ്ങളും ഉണ്ടാകാം. ജാഗ്രത പോലെ ജാഗ്രതയിൽ മനോരഥങ്ങളുമുണ്ട്, ബാഹ്യമായ കാഴ്ചകളുമുണ്ട്. സ്വപ്നത്തിലുമുണ്ട് മനോരഥങ്ങളും ബാഹ്യമായ കാഴ്ചകളും. സ്വപ്നത്തിൽ ഒരാൾ ചിന്തിക്കുന്നു, ഭാവന ചെയ്യുന്നു, അതേസമയം അയാൾ മുമ്പിൽ സ്വപ്നം കാണുന്നുമുണ്ട്, ദൃശ്യങ്ങളെ അയാൾ കാണുന്നുണ്ട്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും തുല്യമാണ് എന്നാണ്. സ്വപ്നവൃത്തവി സ്വപ്നസ്ഥാനേവി അന്തച്ഛേദസ മനോരഥ സങ്കല്പിതം. അവിടെയും മനോരഥ സങ്കല്പങ്ങളുണ്ട്. സ്വപ്നത്തിൽ സ്വപ്നം കാണുന്ന ഒരാൾ ആ സ്വപ്നത്തിനകത്ത് അയാൾക്ക് ഭാവന ചെയ്യാം, തന്റെ കാഴ്ചകൾ കൂടാതെ എന്തും. കാരണം സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നതേ സംഭവിക്കാവുന്നില്ല. ജാഗ്രതത്തിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്നതേ സംഭവിക്കാവൂ, ഇന്നൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെ നിയമം എന്ത് സംഭവിക്കും? ഒരാൾ അവിടെ സ്വപ്നത്തിൽ മനോരഥങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതെല്ലാം എന്താണ്? അസത്താണ്. സങ്കല്പാനന്തരം സ്വപ്ന സമകാലമേവ ദർശന. ആ സ്വപ്നത്തിൽ തന്നെ എന്താണ്? അതെല്ലാം അപ്രത്യക്ഷമാകുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക തന്റെ മനോരഥങ്ങൾ ഇല്ലാതായി പോകുന്നു. തത്രൈവ സ്വപ്നെ ബഹിശ്ചേതസ ഗൃഹീതം ചക്ഷുരാദിദ്വാരേണ ഉപലബ്ധം ഘടാദിസത്. അതേസമയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ മനസ്സിലാക്കുന്നു തന്റെ മനോരഥങ്ങളെല്ലാം നശിച്ചു പോകുന്നു.
പക്ഷെ താൻ കാണുന്നതോ നശിക്കുന്നില്ല. ബാഹ്യമായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മുമ്പിലുള്ള വസ്തുക്കൾ അയാൾക്ക് സത്യമായി തന്നെ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നു. സ്വപ്നത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്, അനുഭവിക്കുന്നതെന്ന് ഭാവന ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ഈ രണ്ടുമുണ്ട്. ഉള്ളിലെ മനോരഥങ്ങൾ അത് നഷ്ടപ്പെടുന്നത് അനുഭവപ്പെടുന്നു, അസമയം താൻ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ നിലനിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. തത്രയോ സ്വപ്നയെ ബഹിശ്ചേതസാഗ്രഹീതം. ഒന്ന് അന്തഛേദസ്, മറ്റൊന്ന് ബഹിഛേദസ് എന്ന് പറയാം. അന്തഛേദസ് എന്ന് പറയുമ്പോൾ തന്റെ സങ്കല്പങ്ങൾ, മനോരഥങ്ങൾ. ബഹിഛേദസ് എന്ന് പറഞ്ഞാലോ പുറമേ കാണുന്നവ. ചക്ഷുരാദിദ്വാരേണ ഉപലബ്ധം ഘടാദി സത് ഇത്യവും അസത്വമിതി നിശ്ചിതേവി. അവിടെ എന്ത് വരുന്നു? സത്തും അസത്തും സ്വപ്നത്തിലുമുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ജാഗ്രത സത്തെന്ന് പറയുന്നതിന് എന്താ കാരണം? ഈ ജാഗ്രതത്തിൽ നമുക്ക് സത്തും അസത്തും രണ്ടും അനുഭവമുണ്ട്. ജാഗ്രതത്തിലെ മനോരഥങ്ങളെല്ലാം അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. പക്ഷെ ജാഗ്രതത്തില് ബഹിച്ഛേദസ്സുണ്ട്. പുറമേ കാണുന്ന ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി പുറമേ കാണുന്ന ഇതെല്ലാം സത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ സത്തെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിലും അങ്ങനെ തന്നെ. സ്വപ്നം കാണുന്നവനും അവന് അപ്പോൾ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ അവൻ ബാഹ്യമായ വിഷയങ്ങളെ കാണുന്നു. അതവനും സത്തായിട്ടും അവന്റെ മനോരഥങ്ങൾ അസത്യമായിട്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്നത്. സത് അസത് വിഭാഗോ ദുഷ്ട. അപ്പോ ആ സത് അസത് ചിന്ത സ്വപ്നത്തിലുമുണ്ട്. ഉണർന്നതിന് ശേഷം നമ്മൾ അതാകവേ അസത്യമാണെന്ന് പറയുന്നു. പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെയല്ല, അതാകവേ അസത്യമല്ല. അവിടെ ബാഹ്യമായി സത്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആന്തരികമായി അസത്യാനുഭവങ്ങളുമുണ്ട്. ഈ സത് അസത് വിഭാഗം ഇത് സ്വപ്നത്തിൽ ഉണ്ട്, ജാഗ്രതത്തിൽ മാത്രമല്ല. ഉഭയോരപി അന്തർബഹിശ്ചേത കൽപ്പിതയോർ വൈതഥ്യമേവ ദുഷ്ടം. ഇത് രണ്ട് സ്വപ്നത്തിനും ജാഗ്രതത്തിനും തുല്യമാണ്. അവിടെ ഉള്ളിൽ മനോരഥങ്ങൾ അസത്യമെന്നും പുറമേ കാണുന്ന സത്യമെന്നും അവിടെ അനുഭവം ഉണ്ടായിട്ടും ജാഗ്രതത്തിൽ എന്ത് പറയുന്നു? അതെല്ലാം അസത്യമാണെന്ന് പറയുന്നു. അവിടെ സത്യമായി കണ്ടതോ അസത്യം, അസത്യമായി കണ്ടത് അസത്യം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ജാഗ്രതത്തിലും. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമെന്നാണ് ചോദിക്കുന്നത്. ജാഗ്രതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഉള്ളിൽ ഒരുപാട് അസത്യ കൽപ്പനകൾ, പുറമേ സത്യാനുഭവം. ഇതും അസത്യം തന്നെ. ഇത് രണ്ടും സത് അസത് ചിന്ത ജാഗ്രതത്തിലുള്ളതുപോലെ സ്വപ്നത്തിലുണ്ട്. അങ്ങനെ സത് അസത് ചിന്തയുള്ള സ്വപ്നം ആകവേ അസത്യമാണെങ്കിൽ സത് അസത് ചിന്തയുള്ള ഈ ജാഗ്രതും ആകവേ അസത്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണർന്നതിന് ശേഷം സ്വപ്നം അസത്യമാണ് എന്ന് പറയുന്നതല്ല. സ്വപ്നത്തിൽ തന്നെ സത്യവും അസത്യവും എന്നുള്ള ചിന്ത അവിടെയുണ്ട്. എന്നിട്ട് സ്വപ്നം എന്ത് ചെയ്യുന്നു? ഉണരുമ്പോൾ അസത്യമായി തോന്നുന്നെങ്കിൽ ഈ സത്യ അസത്യ ചിന്തയുള്ള ജാഗ്രതും ആകവേ അസത്യം തന്നെയാണ്. അതേ വിദ്യ ഇവിടെയും പ്രയോഗിക്കാം എന്നാണ്. സ്വപ്നവൃത്താവ് അപി ത്വന്ത ചേതസാ കൽപ്പിതം ത്വസത് േതോ ഗൃഹീതം സത് ദൃഷ്ടം വൈധത്യമേതയോഃ ജാഗ്രദ്വൃത്താവപി ത്വന്ത ചേതസാ കൽപ്പിതം ത്വസത് ബഹിശ്ചേതോ ഗൃഹീതം സത് യുക്തം വൈധത്യമേതയോഃ സദസതോഃ വൈധത്യം യുക്തം. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ സത്യവും അസത്യവും കൂടിക്കലർന്നാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇത് രണ്ടും എന്താണ്? അസത്യം തന്നെയാണ്. നമ്മുടെ ഉണർവിലെ സത്യവും പരമാർത്ഥത്തിൽ അസത്യമാണ്. എന്തുകൊണ്ട്? അന്തർബഹിശ്ചേത കൽപ്പിതത്വ അവിശേഷ. ഒന്ന് അന്തഛേദസ് കൽപ്പിക്കുന്നു, മറ്റൊന്ന് ബഹിശ്ചേദസ് കൽപ്പിക്കുന്നു. ഇത് സ്വപ്നത്തിലായാലും ജാഗ്രതത്തിലായാലും വ്യത്യാസമൊന്നുമില്ല. സ്വപ്നത്തിലും അന്തഛേദസ് പലതും കൽപ്പിക്കുന്നു, ബഹിശ്ചേദസ് പലതും കൽപ്പിക്കുന്നു. ജാഗ്രതത്തിലും അന്തഛേദസ് പലതും കൽപ്പിക്കുന്നു, ബഹിശ്ചേദസ് പലതും കൽപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒന്ന് സത്യമെന്നും മറ്റൊന്ന് അസത്യമെന്നും എങ്ങനെ പറയാൻ പറ്റും? ചിന്തിക്കാതെ പറ്റും. നമ്മുടെ അനുഭവങ്ങളെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ
ഒന്നിനെ മാത്രം ഒരനുഭവത്തെ സ്വപ്നാനുഭവത്തെ മാത്രം അസത്യമെന്നും ജാഗ്രത അനുഭവത്തെ സത്യമെന്നും പറയാൻ കഴിയില്ല എന്നാണ്. വിശകലനത്തിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. സത് അസത് അനുഭവം രണ്ടു തരത്തും കൊണ്ട് രണ്ടും തുല്യമാണ്. വ്യാഖ്യാനമന്യത്. അതാണ് ശ്ലോകത്തിൽ വിശദീകരിച്ചത്. അതുകൊണ്ട് കേവലം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സത്യമെന്നോ അസത്യമെന്നോ പറയുന്നതിന് മുമ്പ് ആ അനുഭവത്തെ ശരിക്കും വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സത്യം അസത്യം എന്താണെന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ സത് അസത് അനുഭവമുള്ള സ്വപ്നം അസത്യമായതുപോലെ സത് അസത് അനുഭവമുള്ള ഈ ജാഗ്രതും അസത്യം തന്നെ. ജാഗ്രത് വൃത്തോ അപി ത്വന്ത ചേതസാ കൽപ്പിതം ത്വസത് ബഹിശ്ചേതോ ഗൃഹീതം സത് യുക്തം വൈധത്യമേതയോഃ. ഉഭയോരപി വൈധത്യം ഭേദാനാം സ്ഥാനയോർയതി ഏതാൻ ബുദ്ധ്യതേ ഭേദാൻ കോ വൈ തേഷാം വികൽപകഃ. ചോദകസ്യാഹ, ചോദ്യം ചോദിക്കുന്ന ആള് വീണ്ടും ചോദിക്കുകയാണ്. സ്വപ്ന ജാഗ്രസ്ഥാനയോർ ഭേദാനാം യദി വൈധത്യം ക ഏതാൻ അന്തർബഹിശ്ചേദഃ കൽപ്പിതാൻ ബുദ്ധ്യതേ കോ വൈ തേഷാം വികൽപകഃ. സ്മൃതിജ്ഞാനയോഃ ക ആലംബനമിത്യഭിപ്രായഃ ന ചേന്നിരാത്മവാദ ഇഷ്ടഃ. സ്വപ്ന ജാഗ്രസ്ഥാനയോർ ഭേദാനാം യദി വൈധത്യം. സ്വപ്നത്തിലെയും ജാഗ്രതത്തിലെയും ഈ അനുഭവങ്ങളെല്ലാം അസത്യമാണെങ്കിൽ എങ്ങനെയാണ് അനുഭവം? അന്തർബഹിശ്ചേദ കൽപ്പിതാൻ. ഈ അന്തഛേദസ്സും ബഹിഛേദസ്സും ഉള്ളിലെ മനോരഥങ്ങൾ അന്തഛേദസ്സിന്റെ കൽപ്പനകൾ, ബാഹ്യദർശങ്ങൾ ബഹിഛേദസ്സിന്റെ കൽപ്പനകൾ, ഇതെല്ലാം അസത്യമാണെങ്കിൽ ഈ അസത്യത്തെയെല്ലാം ആരാണ് അറിയുന്നത്? കോവൈ തേഷാം വികൽപഃ. ഈ നാനാദൃശ്യങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നവനാരാണ്? സ്മൃതിജ്ഞാനയോഹ ആലംബനം. ഇവിടെ അനുഭവം പ്രത്യക്ഷത്തിലുണ്ടാകുന്നു, ഇതിനെല്ലാം സ്മരിക്കുന്നു, സ്വപ്നത്തിലെ ജാഗ്രതയിൽ സ്മരിക്കുന്നു. ആരാണ് സ്വപ്നത്തിലെ ഈ അനുഭവങ്ങളെല്ലാം ജാഗ്രതയിൽ സ്മരിക്കുന്നത്? തീർച്ചയായും സ്വപ്നം കണ്ടവനായിരിക്കണം. പക്ഷെ സ്വപ്നം കണ്ടവനാണോ ഉണർന്നിരിക്കുന്നത്? അതല്ല എങ്കിൽ എങ്ങനെ സ്മരിക്കാൻ കഴിയും? അപ്പൊ സ്വപ്നം കണ്ടവൻ തന്നെയാണ് ഉണർന്നത്, അതുകൊണ്ട് അവൻ തന്നെയാണ് സ്മരിക്കുന്നത്. അങ്ങനെ ഒരു ഇതിനെ അനുഭവിക്കുന്നവന് സ്മരിക്കുന്നവനുമായി ഒരുവനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ആധാരം ശൂന്യമാണെന്ന് വരും. ശൂന്യമാണെങ്കിൽ ശൂന്യത്തിൽ നിന്ന് അതെങ്ങനെ ഉണ്ടായി? നിരവധി ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാരുടെ ദൃശ്യങ്ങളാണ്, ഇതാരുടെ അനുഭവങ്ങളാണ്? ഈ സ്വപ്നത്തിലെ സത്യാസത്യങ്ങൾ ആരറിയുന്നു? ജാഗ്രതയിലെ സത്യാസത്യങ്ങൾ ആരറിയുന്നു? അതാണ് ചോദ്യം. അതാണ് തുര്യൻ. തുര്യനാണ് ഇതിനെല്ലാം അറിയുന്നത്. തുര്യൻ തന്നെയാണ് ജാഗ്രത അനുഭവങ്ങളെ സത്യരൂപത്തിലും അസത്യരൂപത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ തന്നെയാണ് സ്വപ്നത്തിലും സത്യരൂപത്തിലും അസത്യരൂപത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേവലം ജാഗ്രത നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിന്റെ പൂർണ്ണത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സ്വപ്നത്തിന്റെ ആ സദാസത് ചിന്ത ശരിയായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തന്നെ സ്വയം സ്വപ്നത്തിലാണെന്ന് ഭാവന ചെയ്യും. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് ജാഗ്രതത്തിന്റെ സത്യാസത്യങ്ങളെ നമുക്ക് വിവേചിച്ചറിയാൻ കഴിയുന്നത്. അതുപോലെ താൻ സ്വപ്നത്തിലിരിക്കുന്നവനായി ഭാവന ചെയ്തിട്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ സ്വപ്നത്തിലെ സത്യാസത്യങ്ങളെ ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്നത് ജാഗ്രതത്തിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതും സ്വപ്നതുല്യം എന്നുള്ള അനുഭവം ഉണ്ടാവും. അവിടെ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും ബന്ധപ്പെടുത്തുന്ന ആരാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഉഭയോരപി വൈധത്യം ഭേദാനാം സ്ഥാനയോർയതി ഏതാൻ ബുദ്ധ്യതേ ഭേദാൻ കോ വൈ തേഷാം വികൽപകഃ.
അതിന് സമാധാനം പറയുന്നു. കൽപ്പയേത്യാത്മനാത്മാനം ആത്മാദേവസ്വമായയാ സയേവ ബുദ്ധ്യതേ ഭേദാൻ വേദാന്തനിശ്ചയ. സ്വയം സ്വമായയാ സ്വം ആത്മാനം ആത്മാ ദേവ ആത്മന്യേവ വക്ഷ്യമാണം ഭേദാകാരം കൽപ്പയതി. ഇതാര് കൽപ്പിക്കുന്നു? സ്വയം, താൻ തന്നെയാണ്. എങ്ങനെ കൽപ്പിക്കുന്നു? താൻ മാത്രമേ ഉള്ളൂവെങ്കിൽ സ്വമായ, തന്റെ തന്നെ അനിർവചനീയമായ ശക്തിവിശേഷം കൊണ്ട്. സ്വം ആരെയാ കൽപ്പിക്കുന്നത്? തന്നെ തന്നെ. ആത്മാനം ആര് കൽപ്പിക്കുന്നു? ആത്മാ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവൻ ദേവനാണ്, അവൻ പ്രകാശസ്വരൂപനാണ്, അവൻ അറിവിന്റെ സ്വരൂപമുള്ളവനാണ്. അതുകൊണ്ട് അവനതെല്ലാം കൽപ്പിക്കാൻ കഴിയുന്നു. തന്നെ തന്നെ കൽപ്പിക്കുന്നു. അവൻ കൽപ്പിക്കാൻ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, തന്നെ തന്നെ കൽപ്പിക്കുന്നു. തന്നെ തന്നെ പലതാക്കി കൽപ്പിക്കുന്നു, തന്നിൽ തന്നെ പലതിനെയും കൽപ്പിക്കുന്നു, താൻ തന്നെ കൽപ്പിക്കുന്നു. അപ്പൊ താൻ ഏകനായിരിക്കുക. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? എന്താണ്? സ്വപ്നത്തിൽ താൻ ഏകനായിരുന്നു. അവിടെ ഈ ദൃശ്യങ്ങളൊന്നും ഉണ്ടായിട്ട് നമ്മൾ കൽപ്പിച്ചതാണ്. ബാഹ്യമായി ഇതൊന്നും നിലനിന്നിട്ട് ഇതിനെ ഇന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതല്ല. ഇവിടെ ആന നിൽക്കുന്നതുകൊണ്ട് ആനയെന്നറിയുന്നു, കുതിര നിൽക്കുന്നതുകൊണ്ട് കുതിരയെന്നറിയുന്നു, ആനയുള്ള കുതിരയെന്നറിയുന്നു. ബാഹ്യമായ പദാർത്ഥങ്ങളെ ആശ്രയിച്ചിട്ട് കാണുന്നവൻ ഇതിനെയെല്ലാം തിരിച്ചറിയുന്നു. അതാണ് കൽപ്പനയെന്ന് പറയാം. എന്തുകൊണ്ട്? ഇവിടെ നമുക്ക് പറയാം, ഇവിടെ ഞാനുമുണ്ട്, എന്റെ ദൃശ്യങ്ങളുമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, അവിടെ താൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, അവിടെ ആനയും കുതിരയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സ്വപ്നത്തിൽ ഏകനായിരിക്കുന്ന താൻ അവിടെ ആനയും കുതിരയൊക്കെ എങ്ങനെ കണ്ടു? അപ്പൊ അവിടുത്തെ ആനയും കുതിരയെല്ലാം ഏകനായിരിക്കുന്നവന്റെ കൽപ്പനയാണ്. ഇവിടെ നമുക്ക് വാദിക്കാം, എന്താണ് ഇവിടെ ഉള്ളതുകൊണ്ട് താൻ കണ്ടു എന്ന് വാദിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടാണോ കണ്ടത്? ഉണ്ടായിട്ടാണോ അതില്ലാതായത് ജാഗ്രതയിൽ വന്നപ്പോ? അല്ല, അവിടെ ഉണ്ടായതെല്ലാം തന്റെ കൽപ്പനയാണ്. താനെന്ന് പറയുമ്പോൾ ആരാണോ? ഈ ദേവൻ, തുര്യൻ, പ്രകാശിക്കുന്നവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം അനുഭവപ്പെടുത്തി തരുന്നവൻ. അവൻ അവിടെ ഏകനാണെങ്കിൽ ഇവിടെയും അവൻ ഏകൻ തന്നെ. ഇവിടെയും ആ തുര്യൻ ഏകനായി നിന്നുകൊണ്ട് ഇവിടെയും ഈ ആനയും കുതിരയും എല്ലാം എന്താണ്? അവന്റെ കൽപ്പനയാണ്, ആ തുര്യന്റെ കൽപ്പനയാണ്. ഇവിടെ സത്യമായിട്ടും അവിടെ അസത്യമായിട്ടും അല്ല കൽപ്പിക്കുന്നു. ആ ദേവൻ അവിടെ കൽപ്പിക്കുമ്പോഴും അവൻ സത്യമായും അസത്യമായും കൽപ്പിക്കുന്നു. ഒരു വ്യത്യാസമില്ല. അതിനെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ്. അവിടെയും സത്യമായും അസത്യമായും കൽപ്പിച്ചതാണ് മുമ്പ് പറഞ്ഞത്. ഇവിടെയും സത്യമായും അസത്യമായും കൽപ്പിക്കുന്നു. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതിരുന്നിട്ടും സ്വയം നമ്മൾ പറയുന്നു എന്താണ്? ഇത് സത്യമാണ്, അത് അസത്യമാണ്, ഇത് ശരിയല്ലെന്നാണ്. കാരണം രണ്ടിടത്തും ഒരേ ദേവൻ തന്നെയാണ് കൽപ്പിക്കുന്നത്. കൽപ്പനയ്ക്ക് രണ്ടിടത്തും ഒരേ മായയെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് ചിത്തമെന്നോ അവിദ്യയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഒരേ ഉപായത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരേ ഒരാൾ കൽപ്പിക്കുമ്പോൾ ഒന്ന് സത്യമെന്നും മറ്റൊന്ന് അസത്യമെന്നും അങ്ങനെ പറയാൻ പറ്റും. അവിടെയും അവൻ ഏകനാണ്, ഇവിടെയും ഏകൻ തന്നെയാണ്. രജ്വാദവിപ സർപ്പാദീൻ, രജ്വാദികളിൽ സർപ്പാദികളെ കൽപ്പിക്കുന്നത് പോലെ. അത് പറയുന്നതിന് വേണ്ടി പരമാർത്ഥമല്ലാതെ സ്വയമേവച്ച താൻ ബുദ്ധിതയെ അവൻ കൽപ്പിച്ച് അവൻ തന്നെ അറിയുന്നു, കൽപ്പിക്കുന്നവൻ തന്നെ അറിയുന്നു. വേറൊരാളവിടെ അറിയാനുമില്ല. സ്വപ്നത്തിലെ ആനയും കുതിരയും ഒക്കെ സൃഷ്ടിച്ചവൻ തന്നെ അതിനെ ആനയെന്നും കുതിരയെന്നും വേർതിരിച്ചറിയുന്നു. അതുപോലെ ജാഗ്രതത്തിലും ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ തന്നെ, ആ ദേവൻ തന്നെ ഇതിനെല്ലാം തിരിച്ചറിയുന്നു, ഇന്നതാണ് എന്ന്. അപ്പൊ ജാഗ്രത എന്താണ്? അവന്റെ തന്നെ സൃഷ്ടിയാണ്, സ്വപ്നം പോലെ. എന്തുകൊണ്ട്? അവൻ ഏകനാണ്.
അവൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം അവൻ ഏകനാണ്. ആ ഏകനായിരിക്കുന്ന അവന്റെ സൃഷ്ടിയാണ്. ഭേദാൻ, ഈ നാനാത്വത്തെല്ലാം അവൻ അറിയുന്നു. തദ്വദേവൈത്യവും വേദാന്ത നിശ്ചയം. ഇതാണ് ഉപനിഷത്തുകളുടെ സിദ്ധാന്തം. ഇതാണ് ഉപനിഷത്തുകൾ ഇതാണ് പറയുന്നത്. ഒരേ ദേവന്റെ തന്നെ മായയുടെ പ്രകടനമാണിതെല്ലാം. അവൻ തന്നെ സൃഷ്ടിക്കുന്നു, അവൻ തന്നെ അറിയുന്നു. നാ അന്യോ അസ്ഥി ജ്ഞാനസ്മൃതി ആശ്രയ. ഈ ദേവനല്ലാതെ ഈ അനുഭവത്തിന്, ഈ സ്മരണകൾക്ക് ഒന്നും ആശ്രയമായിട്ട് വേറൊരുവനില്ല. സ്വപ്നത്തിലെ അനുഭവങ്ങൾ ജാഗ്രതത്തിൽ വരുമ്പോൾ സ്വപ്നത്തെക്കുറിച്ചുള്ള സ്മരണകൾ, ഇതിനെല്ലാം ഒരുവനാണ് ആശ്രയം. പിന്നെ ജാഗ്രതത്തിലെ അനുഭവങ്ങൾ, ജാഗ്രതത്തിലെ പലതരത്തിലുള്ള സ്മരണകൾ, ഇതിനെല്ലാം ഒരുവനാണ് ആശ്രയമായിരിക്കുന്നത്. ഇതിനെല്ലാം അറിയുന്നവനായ ദേവൻ, അതിനെയാണ് ഇവിടെ തുര്യൻ എന്ന് പറയുന്നത്. അതിനെയാണ് അന്തര്യാമി എന്ന് പറയുന്നത്. അവന്റെ കൽപ്പനകളാണ് ഇതെല്ലാം. അപ്പൊ സ്വപ്നത്തിൽ അത് കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് എളുപ്പമാണ്. കാരണം എന്തുകൊണ്ട്? ഇപ്പൊ സ്വപ്നം നമ്മുടെ മുമ്പിലില്ല. സ്വപ്നത്തെക്കുറിച്ച് സ്മരണകളെ ഉള്ളൂ. ആ സ്മരണകൾ മാത്രമുള്ളതുകൊണ്ട് അത് കൽപ്പിക്കാൻ എളുപ്പമാണ്, അതിനെക്കുറിച്ച് ബോധ്യപ്പെടാൻ എളുപ്പമാണ്. എന്താണ്? അവിടുത്തെ കാഴ്ചയും കാഴ്ച വസ്തുക്കളും സർവവും അവൻ മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ കാഴ്ച വസ്തുക്കളും അവൻ തന്നെയാണ്. കാരണം ആള് മാറിയില്ല. ആ ജ്ഞാനത്തിനും ഇപ്പോൾ ഉള്ള സ്മൃതിക്കും എല്ലാം ആശ്രയമായിരിക്കുന്ന ഒരുവൻ തന്നെ. സ്വപ്നം കണ്ട ആ ഞാൻ തന്നെയാണ് ജാഗ്രത കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അനുഭവം അനുസ്യൂതമായിരിക്കുന്നു. അപ്പൊ ഈ കാഴ്ചക്കാരൻ മാറുന്നില്ലെങ്കിൽ കാഴ്ചയ്ക്ക് എങ്ങനെ വ്യത്യാസം വരും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാഴ്ചയ്ക്ക് വ്യത്യാസം വരാൻ വഴിയില്ല. രണ്ടും ഒന്ന് തന്നെ. പിന്നെ ഒന്ന് സത്യമെന്നും ഒന്ന് അസത്യമെന്നും എന്തുകൊണ്ട് തോന്നുന്നു? കാരണം അവിടെ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് സത്യം തന്നെയായിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സത്യമായിട്ട് അനുഭവപ്പെടുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടിനും ഒരാശ്രയമുണ്ട്. അവൻ മാറാതിരിക്കുന്നു, അവനാണ് സത്യം, അതാണ് ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം അത് അവന്റെ മായ എന്നേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇതിന് സത്യമായും അസത്യമായും എല്ലാം തോന്നിപ്പിക്കുന്ന, നിർവചിക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് പിടികിട്ടാത്ത ഇവന്റെ മായയാണ്. ഇവൻ തന്നെയാണ് ഈ ജീവഭാവത്തെ കൽപ്പിച്ചത്. ഈ ജീവഭാവത്തെ കൽപ്പിച്ച് ആ ജീവനെ ഈ മായയ്ക്ക് അധീനമാക്കി, എന്നിട്ട് അവന് സത്യ അസത്യ ബുദ്ധികളെ കൊടുക്കുന്നു. അതിനായി ദേവന്റെ കൽപ്പനയാണ്. അതാണ് പരമാർത്ഥം. ജീവഭാവം പരമാർത്ഥമല്ല. എന്നുവെച്ചാൽ നിരാസ്പദേവ ജ്ഞാനസ്മൃതി, നിരാസ്പദമായ ജ്ഞാനസ്മൃതികളൊന്നും ഉണ്ടാകത്തില്ല. ആരാണ് ഇതിനെയൊക്കെ കൽപ്പിക്കുന്നത്? കൽപ്പിക്കുന്നവനായി ഒരുവനുണ്ട്. അവനില്ലാതെ ഈ ജ്ഞാനസ്മൃതി ഉണ്ടാകത്തില്ല. അവനില്ലാതെ സ്വപ്നം കാണാൻ കഴിയത്തില്ല. ഉണർന്നിട്ട് സ്വപ്നത്തെ സ്മരിക്കാനും കഴിയത്തില്ല. അല്ലെങ്കിൽ ശൂന്യമായി പോകും. വൈനാശികാനാം ഇവ ശൂന്യവാദികൾ പറയുന്നത് പോലെ എല്ലാം ശൂന്യത്തിൽ നിന്ന് വന്നു എന്ന് കൽപ്പിക്കാൻ സാധ്യമല്ല. എല്ലാം ശൂന്യത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ശൂന്യം? ആ ശൂന്യത്തെ എങ്ങനെ നിർവചിക്കും? ആ ശൂന്യത്തിൽ എവിടെ നിന്ന് ഈ പ്രകാശം വന്നു? ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും ഈ കാഴ്ചകൾ ശൂന്യത്തിൽ നിന്ന് എങ്ങനെ വന്നു? ശൂന്യവും അതുമായിട്ടുള്ള ബന്ധം എന്താണ്? കാര്യകാരണ ബന്ധം എന്താണ്? അതിന് സമാനം പറയാൻ കഴിയാതെ പോകും. വൈനാശികന്മാർ, ശൂന്യവാദികൾ, അവരെ പോലെ അവർ ചിന്തിക്കുന്നു നിരാസ്പദമായി, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ശുദ്ധശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് കൽപ്പിക്കുന്നപ്പോൾ അവിടെ യുക്തിക്കൊന്നും യാതൊരു നിലനിൽപ്പുമില്ല. അതുകൊണ്ട് യുക്തിക്കും അനുഭവത്തിനും യോജിക്കുന്ന ഏകമായ ആശ്രയത്തെ സ്വീകരിക്കുക. ആ ഏകമായ ആശ്രയമാണ് സ്വപ്നത്തിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിച്ചത്. അതേ ആശ്രയം തന്നെയാണ് ജാഗ്രതത്തിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്. അവനാണ് ദേവൻ, അവനാണ് തുര്യൻ. അങ്ങനെ ഒന്നിനിവിടെ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും പരസ്പരം ബന്ധപ്പെടുത്തുന്നതിനൊന്നില്ലാതായിപ്പോ. അവിടെ സ്വീകരിച്ചേ പറ്റൂ. ശൂന്യം എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ബന്ധപ്പെടുത്താൻ സാധ്യമല്ല. ചൈതന്യത്തിനെ ബന്ധപ്പെടുത്താൻ പറ്റും.
ചൈതന്യത്തിലാണ് ജ്ഞാനവും സ്മൃതിയും എല്ലാം നിലനിൽക്കുന്നത്. അതാണ് ഇതിന്റെ താല്പര്യം. അതുകൊണ്ട് ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് ദൃഷ്ടാവായിരിക്കുന്ന ഒരു ദേവൻ, അവന്റെ മായയുടെ വിലാസമാണ് ഇതെല്ലാം ജാഗ്രത സ്വപ്നവും. ആ ദേവൻ മാത്രമാണ് സത്യം, ഇത് സത്യമല്ല. ഇത് സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്ന, ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് സത്യമല്ല എന്ന് ബോധിപ്പിച്ചിട്ട് ഇവിടെ വിശേഷിച്ചൊന്നും നേടാൻ, അതിലൂടെ സത്യത്തെ ബോധിക്കുന്നു. അല്ലെങ്കിൽ ഇതാണ് സത്യമെന്ന് ബോധിച്ചു. ഇതാണ് സത്യമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് സത്യം അത് ബോധിക്കാതിരിക്കും. അതുകൊണ്ട് ഇത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. കൽപ്പയത്യാത്മനാത്മാനം ആത്മാദേവസ്വമായയാ സൈവ ബുദ്ധ്യതേ ഭേദാൻ വേദാന്തനിശ്ചയ വികരോത്യപരാൻ ഭാവാൻ അന്തശ്ചിത്തേ വ്യവസ്ഥിതാൻ നിയതാംശ ബഹിശ്ചിത്തേ ഏവം കൽപ്പയതേ പ്രഭു സങ്കൽപ്പയൻ കേന പ്രകാരേണ കൽപ്പയതി ഇത്യുച്യതേ. ഇതിനെല്ലാം, ഈ കൽപ്പനകളെല്ലാം, കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനന്തമായ കൽപ്പനകൾ, ഈ കൽപ്പനകൾ ഇത് ഉണ്ടായി നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ആ കൽപ്പനകളെല്ലാം നശിച്ചാലും ബാഹ്യമായ പദാർത്ഥങ്ങൾ അത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവം. കൽപ്പനകൾ നശിച്ചു പോകുന്നു, പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. പക്ഷെ ഇവിടെ അങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ധാരണ ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. വികരോതി നാനാകരോതി അപരാൻ ലൗകികാൻ ഭാവാൻ പദാർത്ഥാൻ ശബ്ദാദീൻ അന്യാൻ ച അന്തസ്ഥിതേ വാസനാരൂപേണ ഭൂഷിതാൻ അവ്യാകൃതാൻ നിയതാംശ പൃഥിവ്യാദീൻ അനിയതാംശ കൽപ്പനാകാലാൻ ബഹിശ്ചിത്ത സംസ്ഥഃ ബഹിശ്ചിത്ത സൻ തഥാ അന്തസ്ഥിതോ മനോരഥാദിലക്ഷണ നിത്യേവം കൽപ്പയതി. പറയുന്നു, ഇവൻ രണ്ടു തരത്തിൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൽപ്പന എന്നുള്ള നിലയ്ക്ക് തുല്യമാണ്. വികരോതി നാനാകരോതി അപരാൻ ലൗകികാൻ ഭാവാൻ പദാർത്ഥാൻ ശബ്ദാദി. ശബ്ദാദികളെ സ്വപ്നത്തിൽ ശബ്ദാദികളുടെ അനുഭവം ഉണ്ടായിരുന്നു. ഈ ജാഗ്രതത്തിലുണ്ടായിരിക്കുന്ന ബാഹ്യ പദാർത്ഥങ്ങളുടെ എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിലും ഉണ്ടായി. അതെങ്ങനെയുണ്ടായി? കൽപ്പനാരൂപത്തിലുണ്ടായി. എന്തുകൊണ്ട്? ഇവിടെ ഈ ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങളെ കണ്ടുകൊണ്ടിരുന്നവൻ തന്നെയാണ് അവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്നും മാറാൻ കഴിഞ്ഞതുകൊണ്ട്, സ്വപ്നാവസ്ഥയിൽ നിന്നും മാറി ജാഗ്രതത്തിലേക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു അതെല്ലാം ആ കൽപ്പനകൾ മാത്രമായിരുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്നത് ആ ദേവന്റെ കൽപ്പന മാത്രമാണ്. അതല്ല അവിടെ മറ്റെന്തെങ്കിലും ആ സമയത്തുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ബോധ്യപ്പെടുന്നു എന്താണ്? അത് കേവലം കൽപ്പന മാത്രമാണ്. അതിന്റെ സത്യത്തെ ബോധിച്ചപ്പോൾ അവിടെ പരമാർത്ഥമായി ഉണ്ടായിരുന്നത് താൻ മാത്രമാണ്. അതങ്ങനെ കൽപ്പിക്കുന്നു. അതുപോലെ അത് ബാഹ്യമായി കൽപ്പിക്കുന്നത് പോലെ അന്തശ്ചിത്തെ വാസനാരൂപേണ വ്യവസ്ഥിതാൻ അവ്യാകൃതാൻ നിയതാം മറ്റൊന്നും കൽപ്പിക്കുന്നു ഉള്ളിൽ. കാരണം എങ്ങനെ ഇതെല്ലാം ബാഹ്യമായി ഇങ്ങനെ നിലനിൽക്കും? എന്തുകൊണ്ട് പൃഥ്വിയും വായുവും ആകാശവും എല്ലാം സത്യമായി അനുഭവപ്പെടുന്നു? ഇത് സത്യമാണെന്ന് പറയുന്നത് തന്റെ ആന്തരികമായ ഒരു അനുഭവമാണ്. ഇത് സത്യമാണെന്നുള്ളത്.
മറ്റൊന്ന് അസത്യമാണെന്ന് പറയുന്നതും തന്റെ അനുഭവമാണ്. അപ്പൊ ഈ സത്യമാണെന്നുള്ള അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു? ഉള്ളിൽ ആ സത്യസംസ്കാരമുള്ളതുകൊണ്ട്, സത്യത്തെക്കുറിച്ചുള്ള വാസനയുള്ളതുകൊണ്ട്, അത് ആ ചിത്തത്തിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ തന്റെ ചിത്തത്തിലിരിക്കുന്ന സത്യസംസ്കാരത്തെ, വാസനയെ, സത്യത്തെ സംബന്ധിച്ചുള്ള വാസനകളെ വിഷയത്തിൽ ആരോപിച്ചിട്ട് പറയുന്നു ഇത് സത്യമാണ്. അന്തശ്ചിത്തേ വ്യവസ്ഥിത. അത് തന്റെ തന്നെ ചിത്തത്തിലിരിക്കുന്ന വാസനകളെ അതിൽ ആരോപിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിൽ സത്യത്വം അല്ലെങ്കിൽ ആ സത്യസംസ്കാരമില്ലെങ്കിൽ അതിനെ പിന്നെ സത്യമെന്ന് പറയാൻ പറ്റത്തില്ല. ഉണർന്നതിന് ശേഷം ആ അനുഭവങ്ങളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അവിടുത്തെ ആ സത്യസംസ്കാരം നഷ്ടപ്പെട്ടു പോയി. അവിടെ അന്തഃചിത്തത്തിലിരുന്ന സംസ്കാരങ്ങളും വാസനകളും എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഉണർന്നതിന് ശേഷം ആ വസ്തുക്കളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ട് ഇതെല്ലാം സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആ സമയത്ത് അങ്ങനെയല്ല, ഉള്ളിൽ ആ വാസനയുണ്ടായിരുന്നു. ഇതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന വാസന ഉണർന്നപ്പോൾ ആ ദൃശ്യങ്ങളോടൊപ്പം തന്നെ ആ വാസനയും നശിച്ചുപോയി, ആ സംസ്കാരവും നശിച്ചുപോയി. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ബാഹ്യമായി ഈ വസ്തുക്കളെല്ലാം കാണുന്നു, എന്നിട്ട് അത് സത്യമാണെന്ന് മനസ്സ് ധരിക്കുന്നു. എന്തുകൊണ്ട്? ഉള്ളിലൊരു സത്യവാസനയിരിപ്പുണ്ട്. ഇതിനെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വാസന അന്തഃചിത്തത്തിൽ വ്യവസ്ഥിതമാണ്. അത് ഇതിനെ സത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. ഇത് രണ്ടും മാറിപ്പോയാലോ? ഈ ഉള്ളിലിരിക്കുന്ന സത്യസംസ്കാരവും ബാഹ്യമായി കാണുന്ന ഈ ദൃശ്യങ്ങളും മാറിപ്പോയാലോ? തീർത്തും പറയും എന്താണ്? ഇതും പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമല്ല എന്ന് പറയുന്നത് ഇതിനപ്പുറമുള്ള ഒരു അനുഭവമാണ്. അതിനാണ് തുര്യാധിഗമം എന്ന് പറയുന്നത്. തുര്യാധിഗമത്തിൽ ഈ ദൃശ്യങ്ങളിൽ ഉള്ള ആ സത്യസംസ്കാരം ഇല്ലാതായി പോകുന്നുണ്ട്. ഈ ദൃശ്യങ്ങളവിടെ അസത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു, സത്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. വാസനാരൂപേണ വ്യവസ്ഥിതാൻ അവ്യാകൃതാൻ. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അവിടെ അന്തഃചിത്തത്തിൽ തന്നെ അസത്യ ഭാവനകളും ഉണ്ടാകുന്നു. അവിടെ അന്തഃചിത്തത്തിൽ തന്നെ സത്യത്തെക്കുറിച്ചുള്ള സംസ്കാരങ്ങളുമുണ്ട്. അത് ബാഹ്യമായ വിഷയങ്ങളിൽ പ്രകടമായിട്ട് ഇതെല്ലാം സത്യമാണെന്ന് അനുഭവപ്പെടുന്നു. അതേ അന്തഃചിത്തത്തിൽ തന്നെ അസത്യത്തിന്റെ സംസ്കാരമുണ്ട്. അതെന്ത് ചെയ്യുന്നു? നാനാതരത്തിലുള്ള ഭാവനകളെ അവിടെ ഉണ്ടാക്കുന്നു സ്വപ്നത്തിൽ. ആ ഭാവനകളെല്ലാം പ്രതീക്ഷണം തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു കൽപ്പനയാണ്, ഇതെല്ലാം സത്യമല്ല എന്നവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടത്തെ പോലെ തന്നെ ഇവിടെ മനോരഥങ്ങൾ പലതരത്തിലുള്ള ഉണ്ടാകുന്നു. അടുത്ത നിമിഷം മനസ്സിലാകുന്നു അത് വെറും എന്റെ മനോരഥം മാത്രമാണ്, ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. താൻ ഭാവന ചെയ്യുന്നു, താൻ ഇന്നതെല്ലാം ചെയ്യും, ഇന്നത് ചെയ്യത്തില്ല, ഇന്നതെല്ലാം നേടും, ഇന്നത് നേടില്ല, ഇങ്ങനെ ഭാവന ചെയ്യുന്നു. ആ ഭാവന അടുത്ത നിമിഷം ബോധിക്കുന്നു അത് കേവലം ഭാവനയാണ്. എന്തുകൊണ്ട്? അവിടെ അസത്യത്തെക്കുറിച്ചുള്ള സംസ്കാരമുണ്ട്. അതേസമയം ബാഹ്യമായ വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ ആ സത്യസംസ്കാരത്തെ ഉറപ്പിച്ച് അതെല്ലാം സത്യമാണെന്ന് കരുതുന്നു. അവിടെ ഉള്ളിൽ അസത്യ സംസ്കാരത്തെ ഉറപ്പിച്ചിട്ട് അവൻ ഉടൻ തന്നെ ബോധ്യപ്പെടുന്നു അതെല്ലാം അസത്യമാണ്. ഇത് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ ജാഗ്രതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്താണ്? കൽപ്പനയാണ്. മനോരഥാദി ലക്ഷണാൻ ഇത്യവം കൽപ്പയതി. അപ്പൊ അന്തഃചിത്തത്തിലെ മനോരഥങ്ങളും ബാഹ്യദൃശ്യങ്ങളായിരിക്കുന്ന സത്യാനുഭവങ്ങളും ഇതെല്ലാം അതാത് സംസ്കാരമനുസരിച്ച് മായ കൊണ്ട് ഒരുവൻ തന്നെ കൽപ്പിക്കുന്നതാണ്. ആര് കൽപ്പിക്കുന്നു? പ്രഭു, ഈശ്വര, ആത്മാ, തുര്യൻ. പ്രഭു എന്നെന്തുകൊണ്ട് പറഞ്ഞു? അവൻ എന്തിനും സമർത്ഥനാണ്. അവന് സത്യസങ്കല്പങ്ങളും അസത്യസങ്കല്പങ്ങളും എല്ലാം സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവനെ പ്രഭു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? ഈ അസത്യമായി നമുക്ക് അനുഭവപ്പെടുന്ന മനോരഥങ്ങളും
സത്യമായി നമുക്ക് അനുഭവപ്പെടുന്ന വിഷയാനുഭവങ്ങളും വിഭിന്ന സംസ്കാരങ്ങളെ കൊണ്ട് ഈ പ്രഭു കൽപ്പിക്കുന്നതാണ്. കൽപ്പന എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം തുല്യമാണ്, എല്ലാം അസത്യമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ യാതൊരു തരത്തിലും സത്യബുദ്ധി സ്വീകരിക്കേണ്ട കാര്യം ഇല്ല. രണ്ടും തുല്യമാണ്. രണ്ടും ഒരേ തുര്യന്റെ കൽപ്പനകളാണ്. ഒരേ പരമാത്മാവിന്റെ കൽപ്പനയാണ്. ഒരേ പരമാത്മാവിന്റെ തന്നെ ചിത്തസ്പന്ദനങ്ങളാണ്. അതല്ലാതെ ഇതിൽ ഇല്ല. അതിൽ പിന്നെ സത്യബുദ്ധി, ചിലടത്ത് അസത്യബുദ്ധി, ചിലടത്ത് സപ്രയോജനത, ചിലടത്ത് നിഷ്പ്രയോജനത, ചിലടത്ത് ദീർഘകാലത്തും ചിലടത്ത് ചുരുങ്ങിയ കാലം, ഇങ്ങനെയൊക്കെയുള്ള വിഭിന്ന അനുഭവങ്ങൾ, വിരുദ്ധങ്ങളായ അനുഭവങ്ങൾ ഈ കൽപ്പനയിൽ നിൽക്കുന്നതിന് എന്താണ്? അതിന് പറഞ്ഞു സ്വമായയ. ആ പ്രഭു സ്വന്തം മായ കൊണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നതാണ്. അതിൽ കവിഞ്ഞ് ഇതിൽ വാസ്തവമില്ല, സത്യത്വം ഉള്ളിലിരുന്ന് ഈ കൽപ്പനകളെ ചെയ്യുന്ന ആ പ്രഭുവിനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഹം ബോധത്തോടുകൂടിയിരിക്കുന്ന ജീവനെയല്ല ഇവിടെ പറയും. അവൻ ഇതിന്റെ സൃഷ്ടിയാണ്. അതിനെ അടുത്ത് പറയും. ആദ്യം ഈ ജീവനെ അവൻ കൽപ്പിക്കുന്നു, പിന്നെ ആ ജീവനെ ആശ്രയിച്ചുകൊണ്ട് സർവത്തെയും കൽപ്പിക്കുന്നു. അപ്പൊ ആ കൽപ്പന തുടങ്ങുന്നത് ഈ ജീവഭാവത്തിൽ നിന്നാണ്. ആ ജീവഭാവത്തെ കൽപ്പിച്ചുകൊണ്ട് സത്യാസത്യങ്ങളെ അവൻ കൽപ്പിക്കുന്നു. അപ്പോ ശരിക്കും ആ കൽപ്പിതാവ്, കൽപ്പിക്കുന്നവനായിരിക്കുന്ന ആരാണ്? അത് ഉള്ളിലിരിക്കുന്ന പ്രഭുവാണ്. മായയെ സ്വാധീനമാക്കി വെച്ച് മായ കൊണ്ട് ഇതിനെല്ലാം കൽപ്പിക്കാൻ ശേഷിയുള്ളവനായ അതുര്യനാണ് ഇതിനെല്ലാം കൽപ്പിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വികരോത്യപരാൻ ഭാവാൻ അന്തശ്ചിത്തേവസ്ഥിതാൻ നിയതാംശ ബഹിശ്ചിത്തേ ഏവം കൽപ്പയതേ പ്രഭു ചിത്തകാലാഹി യേ അന്തസ്ഥോ ദയകാലാസ്യേ ബഹി കൽപ്പിത ഏവ തേ സർവേ വിശേഷോ നന്യഹേതുക. ഇതെല്ലാം കൽപ്പനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരേ തരത്തിലുള്ള കൽപ്പനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ സത്യബുദ്ധി, പ്രപഞ്ചത്തിലുള്ള സത്യബുദ്ധി അതിനെ എതിർക്കും. അതെങ്ങനെ ശരിയാകും? സ്വപ്നം കൽപ്പനയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിന് തുല്യമായ ഒരു കൽപ്പനയാണ്. അത് മനസ്സതിനെ എതിർക്കുന്ന എന്തുകൊണ്ട്? കാരണം ഈ ചിന്തിക്കുകയും ഇതിനെല്ലാം അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അഹംബോധം, ഇതാണ് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളിതിനെ എതിർക്കുന്നത്. ഇതിനെന്തായാലും ഇത് കൽപ്പിക്കാൻ ശേഷിയില്ല. അത് ശരി തന്നെയാണ്. കാരണം ഇതും കൽപ്പനയാണ്. ഇവിടെ ആരുടെ കൽപ്പനയെന്നാണ് പറയുന്നത്? അത് ഈ തുര്യന്റെ കൽപ്പനയെന്നാണ്. സൃഷ്ടികർത്താവിന്റെ കൽപ്പനയെന്ന് പറഞ്ഞാൽ അതിൽ എന്തായാലും ഇതിനൊരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കണം. ഈ സൃഷ്ടിയായപ്പോൾ ഒരു കർത്താവ് ഉണ്ടായിരിക്കണം. ആ സൃഷ്ടികർത്താവ് ഏതു തരത്തിലായാലും ഇതിനെ സൃഷ്ടിച്ചു എന്നുള്ളതും നമ്മുടെ അനുഭവമാണ്. അവിടെ നിന്നാണ് കൽപ്പനയെക്കുറിച്ച് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇത് തന്റെ കൽപ്പനയാണ്, അഹന്തയുടെ കൽപ്പനയാണ് എന്ന് ധരിച്ചു പോകും. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ ബോധിപ്പിക്കുന്നത് ഈ സൃഷ്ടിയിലൂടെ ബോധിപ്പിക്കുന്ന എന്തിനാണ്? സൃഷ്ടികർത്താവിനെയാണ്, വാസ്തവത്തിലുള്ള സൃഷ്ടികർത്താവ്. അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിയെക്കുറിച്ചുകൂടെ വർണ്ണിക്കുന്നത്. സൃഷ്ടിയെ വർണ്ണിച്ചിട്ട് താൻ തന്നെ ബോധിച്ചു കഴിഞ്ഞാൽ, ഈ അഹംബോധത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഈ വർണ്ണനകളൊന്നും കൂടാതെ തന്നെ താൻ തന്നെ ബോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് തന്നെ അറിയാം. ഇതിനെ ഇനി ഒന്നുകൂടി പരിചയപ്പെടുത്താൻ ഈ സൃഷ്ടി ഇങ്ങനെ വർണ്ണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ അവിടെ ധരിക്കേണ്ട എന്താണ്? തന്റെ ഈ മനസ്സിനും ചിന്തകൾക്കും അഹംബോധത്തിനും എല്ലാം ആധാരമായിരിക്കും. ഇതിനെല്ലാം കൽപ്പിക്കുന്ന
കൽപ്പകനായിരിക്കുന്നവൻ, അവനെയാണ് ഇവിടെ പ്രഭു എന്ന് പറയുന്നത്. തുര്യൻ, ദേവൻ എന്നെല്ലാം പറയുന്നു. അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. സ്വപ്ന ചിത്തപരികൽപ്പിതം സർവമിത്യേത ആശങ്കതേ. അത് ബോധ്യപ്പെടാതിരിക്കുന്നിടത്തെക്കാളും ഈ ശങ്ക ഉണ്ടാവും. എന്താണ്? ഇത് സ്വപ്നത്തെ പോലെയാണ്, ചിത്തത്തിന്റെ കൽപ്പനയാണ്, അതാണ് സർവവും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയെ സ്വീകരിക്കുന്നവർക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തന്റെ കൽപ്പനയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാകത്തില്ല. കാരണം താൻ കൽപ്പിക്കാത്തൂടെ നിലനിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. തന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇവിടെ ഒന്നും ഉണ്ടാകുന്നുമില്ല എന്നും പറയാം. അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും ഇതിൽ ആശങ്ക ഉണ്ടാകുന്നു. ഇത് എന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ യസ്മാത് ചിത്തപരികൽപ്പിതൈ മനോരഥാദിലക്ഷണൈ ചിത്തപരിച്ഛേദ്യൈ വൈലക്ഷണ്യം ബാഹ്യാനാം അന്യോന്യ പരിച്ഛേദ്യത്വമിതി സ ന യുക്ത ആശങ്ക. ഈ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന മനോരഥങ്ങൾ, മനസ്സുകൊണ്ട് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അവയിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ബാഹ്യമായി കാണുന്ന വസ്തുക്കൾ. അത് രണ്ടും ഒന്നാകുന്നത് എങ്ങനെ? ചിത്തകൽപ്പനകൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കൽപ്പനകളെന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കൽപ്പനയുടെ വിഷയങ്ങളെയും നമുക്കറിയാം. നമ്മൾ ഓരോന്നും ഭാവന ചെയ്യുന്നത്, മനോരഥത്തിൽ കാണുന്നത്, അതാണ് ചിത്തകൽപ്പനയെന്ന് പറയുന്നത്. ബാഹ്യമായി കാണുന്ന ഈ സ്ഥൂലങ്ങളായ ദൃഢമായിരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ കൽപ്പനകളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ചിത്തകാലാഹി അന്തസ്തു ചിത്തപരിച്ഛേദ്യ. ഇവിടെ ഈ ചിത്തം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ തുര്യന്റെ ചിത്തത്തെയാണ് സ്വീകരിക്കേണ്ടത്. ഉള്ളിൽ കാണുന്ന ഈ സങ്കല്പങ്ങൾ, ഇത് നമ്മളെപ്പോ സങ്കല്പിക്കുന്നോ ആ സമയത്തേ ഉള്ളൂ, അത് കഴിഞ്ഞില്ല. അന്യ ചിത്തകാലം വ്യതിരേകേണ. ആ ചിത്തകാലത്തിൽ നമ്മുടെ സങ്കല്പകാലത്തിനപ്പുറം അതിന് നിലനിൽപ്പില്ല. എന്റെ മനസ്സുകൊണ്ട് ഞാനിപ്പോ ഒരു വിമാനത്തെ സങ്കല്പിച്ചാൽ അടുത്ത നിമിഷം വിമാനമില്ല. പക്ഷെ ഞാൻ കാണുന്ന വിമാനം അങ്ങനെയല്ല. ഇന്നലെയും വിമാനത്തെ കണ്ടു, ഇന്നും കാണുന്നു. അപ്പൊ സങ്കല്പകാലത്തിനപ്പുറം അത് നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്നാണ്. എല്ലാ സങ്കല്പം എന്ന് പറയുമ്പോൾ ഈ വ്യത്യാസം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ കണ്ട പർവ്വതത്തെ ഇന്നും കാണുന്നുണ്ട്. അപ്പൊ സങ്കല്പകാലത്തിൽ മാത്രമല്ല, പക്ഷെ എന്റെ സങ്കല്പത്തിൽ കണ്ട ആ പർവ്വതം സങ്കല്പത്തോടുകൂടി അത് തീർന്നു. എന്റെ സങ്കല്പത്തിൽ കണ്ട പർവ്വതം സങ്കല്പമാണെന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാൻ പുറമേ കണ്ട ആ പർവ്വതം അത് ദ്വയകാലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്നലെ ഇന്ന് സ്ഥിതി ചെയ്യുന്നു. എന്റെ മനോരഥങ്ങൾക്ക് ഏകകാലമേ ഉള്ളൂ. ഇത് രണ്ടും എങ്ങനെ ഒന്നുപോലെയാകും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കൽപ്പനാകാലയോ ഉപലഭ്യതേ. മനോരഥങ്ങൾ ആ കൽപ്പനാകാലത്തിൽ മാത്രമേ ഉള്ളൂ. ദ്വയകാലശ്ച ഭേദകാല അന്യോന്യ പരിച്ഛേദ്യാഹ. മറ്റ് ബാഹ്യമായ വസ്തുക്കൾ, ശബ്ദസ്പർശ രൂപാദികൾക്ക് ദ്വയകാലമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്ന് നാളെ ഇന്നിങ്ങനെ നിൽക്കുന്നു. ഇത് രണ്ടും ഒരേ തരത്തിലുള്ള സങ്കല്പം എന്നിങ്ങനെ പറയാൻ പറ്റുമെന്നാണ്. അതാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിന് സമാധാനം അടുത്ത് പറയുന്നു. ചിത്തകാലാഹി ഏന്തസ്ഥോ ദ്വയകാലാസൈബഹി കൽപ്പിത ഏവ തേ സർവേ വിശേഷോ നാന്യഹേതുക. ശാന്തി ശാന്തി ശാന്തി.